നമ്മളെല്ലാവരും ജീവിക്കും, അതിനുശേഷം നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും. മരിക്കാതെ ആരും ഈ ദുനിയാവിനകത്ത് അവശേഷിക്കുകയില്ല. പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു 63 വർഷം. 63 വർഷം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിനകത്ത് ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ 63 വർഷം ഈ ദുനിയാവിനകത്ത് ജീവിച്ചപ്പോ 63 വർഷത്തെ ജീവിതത്തിനിടയിൽ പുന്നാര നബി തങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ, ഏറ്റവും അധികം സൗഭാഗ്യം ലഭിച്ച 2 സമയമുണ്ടായിരുന്നു, 2 വർഷമുണ്ടായിരുന്നു. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മക്കയുടെ ഹറം ഷരീഫിന്റെ കഅബാലയത്ത് അവിടെ ചെന്നവർക്ക് കാണാൻ കഴിയും ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ല്. അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ കഅബയുടെ ഒരു മൂലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന യഥാസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെച്ചത് ബഹുമാനപ്പെട്ട ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് പ്രവാചകന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഏറ്റവും അധികം സന്തോഷമുണ്ടായ, ഏറ്റവും അധികം സൗഭാഗ്യമുണ്ടായ ഒന്നാമത്തെ കാരണം. അത് വലിയൊരു വിശദമായൊരു കഥയാണ്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ സൗഭാഗ്യം കടന്നു വരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിച്ചു. ആ ഗർഭത്തിലൂടെയുള്ള കുട്ടി ഈ ലോകത്തേക്ക് ജന്മം കൊണ്ടു. പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനെ പേര് വെച്ചു ഫാത്തിമത്തുസ് സഹ്റ. ഫാത്തിമ എന്നാണ് പേര് വിളിച്ചത്. ബഹുമാനപ്പെട്ട മഹാനായ അബൂൽ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നമാ സൗവിയത്ത് ഫാത്തിമ, ഫാത്തിമ ബീവിക്ക് ഫാത്തിമ എന്ന് പേര് വിളിക്കാൻ കാരണം ലിഅന്നല്ലാഹ ഫതമഹാ വഹജമഹാ അലന്നാർ. ഫാത്തിമ ബീവി, ഫാത്തിമ എന്ന പേരിന്റെ അർത്ഥം തന്നെ നരകത്തിൽ നിന്ന് മറഞ്ഞവൾ, നരകത്തെ തൊട്ട് മറക്കപ്പെട്ടവൾ എന്നൊക്കെയാണ്. കാരണം അല്ലാഹു ഫതമഹാ വഹജമഹാ അലന്നാർ, ഫാത്തിമ ബീവിക്ക് നരകത്തിൽ നിന്നും സംരക്ഷണം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് രാജാതിരാജനായ പടച്ചതമ്പുരാൻ തോന്നിച്ചതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ഫാത്തിമ എന്ന് പേര് വിളിക്കാൻ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തേക്ക് പിറന്നു വീണത് മുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ അന്നേ വരെ ഇല്ലാത്ത, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. തനിക്ക് മുമ്പൊക്കെയുള്ള മക്കൾ ജനിച്ചതിനേക്കാളും വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫാത്തിമ എന്ന് പറയുന്ന ഈ പുന്നാര മകള് പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറിച്ചു വെച്ചതുപോലെയായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, എടോ നിന്നെ കണ്ടാ നിന്റെ ഉപ്പയെ പോലെയുണ്ടല്ലോ, നിന്നെ കണ്ടാ നിന്റെ ഉമ്മയെ പോലെയുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിന്റെ സ്വഭാവത്തിന്റെ പ്രകൃതി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലെ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, ഒന്ന് പുഞ്ചിരിച്ചാൽ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്ന് പുഞ്ചിരി തൂകിയാൽ ആരംഭപ്പൂവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സംസാരം കേട്ടാൽ ലോകത്തിന്റെ നായകൻ സംസാരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ആരെങ്കിലും നടന്നു പോകുന്നത് കണ്ടാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ നോക്കിയിട്ട് ആളുകൾ പറയാറുള്ളത്, ഓ ഫാത്തിമ, നിന്റെ ആ നടത്തം കണ്ട, നിന്റെ ആ നടപ്പ് കണ്ട നിന്റെ പിതാവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം പോലെയുണ്ടല്ലോ മോളെ എന്നാണ് ആളുകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയാറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ രണ്ടാമത്തെ വർഷമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ 35-ാം വയസ്സിലാണ്, വളരെയധികം മനസ്സിലാക്കണം, പ്രവാചകന്റെ 35-ാം വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തേക്ക് പിറന്നു വീണുന്നത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകന് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വളർന്നു വരികയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ ചെറിയ പിഞ്ചോമന കുട്ടിയാ, ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തേക്ക് ജനിച്ചു വീണതു മുതൽ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. കാരണം എന്താണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അറേബ്യയിലെ കച്ചവടക്കാരിയായിരുന്നുവല്ലോ. ആ ഖദീജ ബീവിയാണല്ലോ സഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലിക്കൊള്ളി. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഖദീജ ബീവിയാണല്ലോ വിവാഹം ചെയ്തത്. അറേബ്യയിലെ കച്ചവടക്കാരിയായിരുന്ന ഖദീജ, സമ്പന്നയായിരുന്ന ഖദീജ, കുലീനയായിരുന്ന ഖദീജ, നല്ല കുടുംബത്തിലെ അംഗമായിരുന്ന ഖദീജ. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സംരക്ഷണത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വളർന്നു വരികയാ. അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ വളർന്നു വരികയാ. അങ്ങനെ ആ ഫാത്തിമ ബീവി പിച്ച വെച്ച് നടക്കുന്ന കാലമെത്തിയപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 5 വയസ്സോടടുക്കുമ്പോഴാണ് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയാകുന്നത്, നബുവത്തിന്റെ സന്ദേശം ലഭിക്കുന്നത്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം ലഭിക്കുന്നത് ലോകത്തിന്റെ നായകൻ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മക്കാ നിവാസികളോട് ചോദിക്കുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അതിനെ സ്വീകരിക്കുമോ? ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മക്കാ നിവാസികളെ പറഞ്ഞു, ഓ അൽ-അമീൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ മുഹമ്മദ് അല്ലയോ? നിങ്ങൾ വിശ്വസ്തനായ അൽ-അമീനായ മുഹമ്മദ് അല്ലയോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മുഹമ്മദേ. ആ സമയത്ത് പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മെ പരിപാലിക്കുന്നത്, അവനാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഓ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ ദൂതനായിട്ട് കടന്നു വന്നവനാ ഈ മുഹമ്മദ്. അതുകൊണ്ട് നിങ്ങളുടെ ലാത്തയെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങളുടെ ഉസ്സയെ നിങ്ങൾ വെടിയുക. എന്നിട്ട് രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരിക, ദീനുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ മക്കാ നിവാസികൾക്കാകെ ദേഷ്യമാവുകയാ. എല്ലാവരുടെയും മുഖമതാ വീർക്കുകയാണ്. അവരതാ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ്. അയ്യാബൂനർകത്താൽ ഖുറൈശികളൊത്തൊരുമിത്തളർപ്പായി അനാഥയാളികനാണോ നബിയായി വന്നോ? അയ്യാബൂനർകത്താൽ ഖുറൈശികളൊത്തൊരുമിത്തളർപ്പായി അനാഥയാളിവനാണോ നബിയായി വന്നോ? കനവും പ്രതാപവും നമ്മളിലാണേ, രാജാക്കൾ നമ്മളിൽ പെട്ടവരാണേ, നേതാക്കൾ നമ്മളിൽ ഉള്ളവരാണേ. എന്നീട്ടീയതീമായോൻ നബിയായി വന്നോ? ഇപ്പോ നീ മിസ്കീനായോൻ
ബലമുള്ളവൻ ഞാനാണ്, ആൾബലമുള്ളവൻ. അതുകൊണ്ട് സർവ്വതലത്തിലും എല്ലാം കൊണ്ടും പ്രവാചകനാകാൻ അനുഗ്രഹീതൻ ഞാനാണ്. അതുകൊണ്ട് മുഹമ്മദ് പ്രവാചകനാണെന്ന് അംഗീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ രംഗത്ത് വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും എതിർക്കുകയാ. ലോകത്തിന്റെ നായകന്റെ മുമ്പില് എല്ലാവരും കാർക്കിച്ചു തുപ്പുകയാ. തബ്ബല്ലകയാ മുഹമ്മദ്, തബ്ബല്ലകയാ മുഹമ്മദ്. ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമടാ, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമടാ, നീ ഞങ്ങളുടെ ബിംബാരാധനയെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ലോകത്തിന്റെ നേതാവ് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തന്നെ പീഡനങ്ങൾ സഹിച്ചാലും, എത്ര തന്നെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാലും ലോകത്തിന്റെ നായകനതാ തന്റെ ദീനീ പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുകയാ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ആരെന്ത് കോക്കായിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാനെന്റെ ഇസ്ലാമിക പ്രബോധനവുമായി ഇതാ മുന്നോട്ട് പോവുകയാ. മക്കക്കാര് പൂർണ്ണമായും എതിരാവുകയാണ്. എതിരായ സാഹചര്യത്തിലും അല്ലാഹുവിന്റെ ഹബീബിന് സമാധാനം നൽകാറുണ്ടായിരുന്നത് ഒന്ന് ഫാത്തിമത്തുൽ സഹ്റ, മറ്റൊന്ന് ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹാ. ചെറിയ കുട്ടിയാണെങ്കിലും ശരി, നല്ല ധൈര്യമാണ്, നല്ല തന്റെ ഇടമാണ്, നല്ല ചുണക്കുട്ടിയാണ്, നല്ല മനസ്സുള്ള കുട്ടിയുമായിരുന്നു ബീവി ഫാത്തിമ. നല്ല കുട്ടിയാ, നല്ല ധൈര്യമുള്ളവളാണ്, ഉമ്മയും ഉപ്പയും അനുസരിക്കും. ഈ പിതാവിന് മകളോടും മകൾക്ക് പിതാവിനോടും എന്തെന്നില്ലാത്തൊരു സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കളിലും മക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള മാതാപിതാക്കളിലും മക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ഉയരട്ടെ. എന്തിനാണ് മടിക്കുന്നത്? നമുക്കൊക്കെ മക്കളില്ലേ? അവരൊക്കെ നന്നായി തീരണ്ടേ? അതിനുവേണ്ടിയാണ് ഈ മഹിതമായ മജ്ലിസിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. ഈ പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ശരി തന്റെ ഫാത്തിമയുടെ അടുക്കലേക്ക് വരും. ഫാത്തിമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഫാത്തിമയെ എടുത്തൊന്ന് വാരി പുണരും, എന്നിട്ട് ചുംബിക്കും, എന്നിട്ട് എവിടെയെങ്കിലും പ്രവാചകൻ പോകാറുള്ളൂ. അത്രയും സ്നേഹമായിരുന്നു ആ പ്രവാചകൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയ ഒരു രംഗമുണ്ടായിരുന്നു. ആ ചരിത്രമങ്ങ് വായിക്കുമ്പോ ഏത് ഈമാനുള്ളവന്റെ കൽബുമെന്ന് പിടഞ്ഞു പോകും. ഈ പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മകളായ ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള സ്നേഹബന്ധം മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ചരിത്രം തന്നെ ധാരാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമത്തു ഖുത്അത്തുൻ മിന്നി, ഫാത്തിമ എന്നിൽ നിന്നുള്ളൊരു ഭാഗമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ആ ഫാത്തിമയെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നെയും സ്നേഹിക്കുന്നത് പോലെയാണ്. ആ ഫാത്തിമയെ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്നെയും വേദനിപ്പിക്കുന്നത് പോലെയാണെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്ത് വെച്ച് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ കഴിഞ്ഞാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ഏറ്റവും അധികം ഇഷ്ടം തന്റെ പിതാവായ പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു. ഫാത്തിമ ബീവിക്ക് തിരിച്ചും അതുപോലെ തന്നെയാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഇഷ്ടം പ്രവാചകനോടായിരുന്നു ബീവി ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു തആല അൻഹാക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന് മുന്നിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുകയാ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന് സുജൂദിൽ കിടന്നുകൊണ്ട് തസ്ബീഹും തഹ്ലീലും അർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അതാ അല്പദൂരെയായി ശത്രുക്കൾ നിലയുറപ്പിച്ചിരിക്കുകയാ. ഖുറൈശി പ്രമുഖരായ അബൂജഹലുണ്ട്, ഉത്ബത്ത് ബിൻ അബീ മുഅയ്ത്ത്, ഉമയ്യത്ത് ബിൻ ഖലഫുണ്ട്, ശൈബത്തുണ്ട്, റബീഅയുണ്ട്. ഇവരെല്ലാം ഒരു ഭാഗത്ത് ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദ് ചെയ്യുന്ന രംഗം കാണുന്നത്. സമയത്ത് ധിക്കാരിയായ അബൂജഹൽ പറഞ്ഞു, എടോ അങ്ങോട്ട് നോക്കടാ, അതാ
മുഹമ്മദ് സുജൂദ് ചെയ്യുകയാ, അതാ മുഹമ്മദ് സുജൂദ് ചെയ്യുകയാ. ആ മുഹമ്മദിന് നമ്മളൊരു നല്ല പണി കൊടുക്കാൻ പോവുകയാ. മുഹമ്മദിനെ സുജൂദിൽ നിന്നും തലയുയർത്താൻ അനുവദിക്കരുത്. മുഹമ്മദിനെ നമ്മൾ സുജൂദിൽ നിന്നും തലയുയർത്താൻ അനുവദിക്കരുത്. അതിന് എന്താണൊരു മാർഗമുള്ളത്? അതിനെന്താണൊരു പോംവഴിയുള്ളത്? എല്ലാവരും തലപുകഞ്ഞുകൊണ്ട് ആലോചിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്നതാ ഒരു വൃത്തികെട്ട ദുർഗന്ധം വമിക്കുകയാ. ചീഞ്ഞു നാറുന്ന ഒരൊട്ടകത്തിന്റെ കുടൽമാലയുടെ ഗന്ധമാണ് അവർക്ക് വാസനിക്കുന്നത്. അബൂജഹൽ പറഞ്ഞു, എടാ അവിടെ ഏതാ ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാലകൾ കിടക്കുകയാ. ആ കുടൽമാലകൾ എടുത്തു കൊണ്ടുവന്ന് മുഹമ്മദിന്റെ തലയിലിടുക. അതിന്റെ ഭാരം സഹിക്കാൻ കഴിയാതെ മുഹമ്മദിന് തലയുയർത്താൻ കഴിയുകയില്ല. ആ മുഹമ്മദ് അവിടെ കിടന്നുകൊണ്ട്, ആ മുഹമ്മദ് ആ സുജൂദിൽ കിടന്നുകൊണ്ട് വിഷമിക്കട്ടെ. ആരാണതിന് തയ്യാറാവുക? ആരാണതിന് സന്നദ്ധരാവുക? ഉത്ബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന ദുഷ്ടൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, എനിക്കാ കാര്യം വിട്ടുതരിക എന്ന് പറഞ്ഞുകൊണ്ടതാ ഒട്ടകത്തിന്റെ അറുത്തിട്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ എടുത്തുകൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടക്കുകയാ. ലോകത്തിന്റെ നായകന്റെ ശിരസിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലേക്ക് ഉത്ബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന ദുഷ്ടനതാ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചിടുകയാ. ആരുടെ ശരീരത്തിലാണിത് ഇട്ടതെന്നറിയുമോ? ആരുടെ ശരീരത്തിലാണ് ഈ കുടൽമാലകൾ വലിച്ചിട്ടതെന്നറിയുമോ? അന്തല്ലദീ മിൻ നൂരികൽ ബദറു തകസാ വശംസു മുസ്രിക ബിനൂരി മുഹാകാ. ലോകത്ത് നമ്മൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സൂര്യന് പോലും പ്രകാശം നൽകാൻ കാരണക്കാരനായ ലോകത്തിന്റെ ഗുരുവേ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലാണ് ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിന്റെ കുഴൽമാലകൾ വലിച്ചിട്ടത്. വല്ലാത്ത ദുർഗന്ധമാ, വല്ലാത്ത ഭാരമാ. പ്രവാചകനതാ സുജൂദിൽ നിന്നും ഉയരാൻ വേണ്ടി ശ്രമിക്കുകയാ, പക്ഷേ സാധിക്കുന്നില്ല. വല്ലാത്ത ഭാരമാണല്ലോ. അത് മാത്രമല്ല, ദുർഗന്ധം സഹിക്കാനും കഴിയുന്നില്ല. ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല. അപ്പുറത്തതാ ഒരു ഭാഗത്ത് അബൂജഹലും കൂട്ടുകാരും പൊട്ടിച്ചിരിക്കുകയാ. ആ ഒട്ടകത്തിന്റെ കുടൽമാലകളിൽ നിന്ന് പുറത്തു വന്ന ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലകളിൽ നിന്നും പുറത്തു വന്ന മാലിന്യങ്ങളും അതിൽ നിന്ന് വന്ന ചീഞ്ചലവുമല്ല പ്രവാചകൻ തിരുമേനിയുടെ ശരീരത്തിലൂടെ ഒഴുകിയൊലിക്കുകയാ. ഇത് കാണാൻ ലോകത്തിന്റെ നായകന്റെ അബൂബക്കർ സിദ്ദീഖില്ല, ഉസ്മാനില്ല, അലിയില്ല റളിയല്ലാഹു തആല അൻഹും. അവസാനം ഈ രംഗം കണ്ടത് ആരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണമാ, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണമാ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയാ ഈ രംഗം കാണുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. യാ ബാപ്പാ, യാ ബാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചെടുക്കാൻ നോക്കുകയാ. പക്ഷേ സാധിക്കുന്നില്ല. ഫാത്തിമയുടെ കൊച്ചുകരങ്ങൾക്ക് അതിന് എവിടെയാണ് കഴിവുള്ളത്? പിഞ്ചോമന മകളല്ലയോ ഫാത്തിമ, പിഞ്ചോമന കുട്ടിയല്ലയോ ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് എങ്ങനെയാണ് ഒടുക്കത്തെ ഭാരമുള്ള അവസാനത്തെ എല്ലാ ദുർഗന്ധവും വമിക്കുന്ന ഈ കുടൽമാലകൾ എടുത്തുയർത്താൻ കഴിയുക? അവസാനം ഒരുപാട് പരിശ്രമിച്ച് ആ കുടൽമാലകൾ എടുത്തിട്ട് താഴെ വെക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സുജൂദിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാ. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, ബാപ്പാ ആരാണിത് ചെയ്തത്? ബാപ്പാ പുന്നാരമകളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കരയല്ല മോളെ, കരയല്ല മോളെ. നിന്റെ വാപ്പാക്ക് ദുനിയാവിൽ മാത്രമേ വിഷമമുള്ളൂ. നാളെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞ രാജാതി
രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ സവിധത്തിൽ എത്തിക്കഴിഞ്ഞ എനിക്കവിടെ സന്തോഷമാണ് മോളെ, സന്തോഷമാണ് മോളെ. ഈ ഇസ്ലാമിന് വേണ്ടിയാണ് ഞാൻ പടപൊരുതുന്നത്. ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതെന്ന് പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്നഘട്ടത്തിലും അള്ളാഹുവിന്റെ ഹബീബിന് സ്വാതന്ത്ര്യം നൽകാനുണ്ടായിരുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന് സമാധാനം നൽകാനുണ്ടായിരുന്നത് ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. റഹ്മാനായ അല്ലാഹ് ഇവരുടെ കൂടെ സ്വർഗത്തിൽ കഴിയുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ഇരിക്കെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാതാവായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ രോഗബാധിതയാവുകയാ. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക് യാത്രയാവുകയാണ്. ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ഒരിക്കലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീട് വളയുന്നത്. രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ കൽപ്പന പ്രകാരം സഫിയുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹും വീട്ടിൽ തനിച്ചാണ്. അവരെ തനിച്ചാക്കിയിട്ടാണ് പ്രവാചകൻ പോകുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ദത്തുപുത്രനായ സെയ്ദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ നിയമിക്കുകയാ. സെയ്ദിനോട് പറയുകയാണ്, നീ എന്റെ മക്കളെ സംരക്ഷിക്കണം, നീ എന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. നീ ആരും കാണാതെ എന്റെ പൊന്നാറ് 2 മക്കളെയും കൂടി വിളിച്ചിട്ട് മദീനയിലേക്ക് നീ യാത്ര ചെയ്യണം. പകലൊന്നും നീ യാത്ര ചെയ്യണ്ട. അങ്ങനെ നീ പകലെങ്ങാനും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഖുറൈശികൾ ആരെങ്കിലും കണ്ട അക്രമം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടതാ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഹിജ്റ പോവുകയാ. 2 പേരെയും സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പരിപാലിക്കുകയാ, 2 പേരെയും സംരക്ഷിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെയും മദീനയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാ. ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്നു. ആ ഒട്ടകത്തിന്റെ മുകളിൽ ഒരു കട്ടിൽ കെട്ടി. ആ കട്ടിലിനകത്ത് 2 പേരെയും കയറ്റിയിരുത്തി സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്കുള്ള യാത്ര ചെയ്യുകയാ. മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുകയാ. ആർക്കും കാണാതെ ആരും അറിയാതെ പാതിരാത്രിയുടെ നിശബ്ദതയിലാണ് അവർ സഞ്ചരിക്കുന്നത്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന്റെ മുൻഭാഗത്താണ് ഇരിക്കുന്നത്. മക്കയുടെ പരിധി കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ശത്രുക്കളിൽ ആരെങ്കിലും കണ്ടാൽ ആക്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സെയ്ദിനോട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഇപ്പം പോവുകയാണ്. സിദ്ദീഖുകളുടെയും കാണിച്ചിട്ട് പറയാം, ഞങ്ങൾ 2 പേരും ഇപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീയും എന്റെ 2 പുന്നാര മക്കളെയും കൂടി വിളിച്ചിട്ട് നീ മദീനയിലേക്ക് വരണം. പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ട, കാരണം ശത്രുക്കൾ ആരെങ്കിലും കണ്ടാ വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് ആരും അറിയാതെ വേണം നീ മദീനയിലേക്ക് വരാൻ. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഇവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതരത്തിലും അവരെ ആക്രമിക്കാനും വധിക്കാനും ഒക്കെ ശ്രമിച്ചതാ. പക്ഷേ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം വേണ്ടതുപോലെ ലഭിച്ചിട്ടില്ല. വേണ്ടതുപോലെ അതുപോലെയുള്ള ഒരു അവസരം ഒത്തുവന്നിട്ടില്ല. അതിന്റെ വൈകാര്യം കൊണ്ട് മക്കളെ ആ ദുഷ്ടന്മാര് കൊന്നുകളയും. ആ ഒരു വിഷമം റസൂലുള്ളാഹിന്റെ മനസ്സിലുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹിന്റെ മനസ്സിലും ആ ഒരു വിഷമമുണ്ട്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വളരെ സൂക്ഷിച്ചാണ് ഇവരെ കൊണ്ടുപോകുന്നത്. മക്കയുടെ പരിധി കടിഞ്ഞു കിട്ടിയാ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവിടെ വരെ ഖുറൈശികളുടെ വല്ലാത്ത ശല്യമാണ്, അവരുടെ ആക്രമണം പെരുത്തുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ മക്കയുടെ അതിരെന്ന് പറയുന്നത്. ആ പരിധി കടിഞ്ഞു കിട്ടിയാൽ പിന്നെ പ്രയാസമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെയെല്ലാം സിമ്പിളാണ്, പെട്ടെന്ന് മദീനയിലേക്ക് എത്താം, ആരെയും പേടിക്കാനൊന്നുമില്ല. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വളരെ സൂക്ഷിച്ചാണ് ഇവരെ കൊണ്ടുപോകുന്നത്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മക്കയുടെ പരിധി കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ അവരെ മുന്നോട്ട് നീങ്ങുകയാണ്. പെട്ടെന്നാണ് ഒരു വഴിയിൽ വെച്ച് ഹുവൈരിസ് എന്ന് പറയുന്ന ക്രൂരനായ ദുഷ്ടൻ ഒട്ടകത്തിന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് വലിച്ചിട്ട് സയ്യിദിനോട് പറയുകയാണ്, എടോ സയ്യിദേ, ഒട്ടകക്കെട്ടിലിരിക്കുന്ന ഫാത്തിമയെയും ഉമ്മു കുൽസുബിനെയും ഇറക്കി വിടടാ, മുഹമ്മദിന്റെ മക്കളായ രണ്ടുപേരെയും ഇറക്കി വിടടാ. അവരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടേ ഞാനിവിടുന്ന് പോകുകയുള്ളൂ, അവരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടേ ഞാനിവിടുന്ന് പോകുകയുള്ളൂ എന്ന് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹുവൈരിസ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യന് പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറയുകയാണ്, എടോ ഹുവൈരിസാ, എന്റെ പ്രവാചകന്റെ, എന്റെ നേതാവായ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മക്കളുടെ ശരീരത്തില് ഒന്ന് സ്പർശിക്കാൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ അനുവദിക്കില്ലടാ. എന്റെ ജീവനുള്ള കാലത്തോളം, എന്റെ ജീവന് നിലനിൽപ്പുള്ള കാലത്തോളം ഇവരുടെ ശരീരത്തിലൊന്ന് തൊടാ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ലടാ. ഹുവൈരിസയും സയ്യിദും തമ്മിൽ തർക്കമാവുകയാ. അങ്ങനെ അതാ അവിടുന്നതാ ഹുവൈരിസ് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യന് തന്റെ കയ്യിലുള്ള ഊരിപ്പിടിച്ച വാളുമായി, മൂർച്ചയുള്ള വാളുകളുമായിട്ട് അതാ ഉമ്മു കുൽസൂം ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും ഇരിക്കുന്ന ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ വീശലാ. ഒട്ടകത്തിന്റെ തലയതാ തെറിച്ചു പോകുകയാ. ഒട്ടകമതാ അവിടെ മറിഞ്ഞു വീഴുകയാ. ഒട്ടകക്കട്ടിലുണ്ടായിരുന്ന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു കുൽസൂം അതാ താഴോട്ട് വീഴുകയാ. ഇത് കണ്ടപ്പോ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മക്കളെ നിങ്ങൾ ഓടുക, മക്കളെ നിങ്ങൾ ഓടുക, നിങ്ങളോടണേ, നിങ്ങളോടണേ, ഇതെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വല്ലാത്ത വിഷമമാണ്, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം, അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും പറഞ്ഞേക്കുകയാ. ഉമ്മു കുൽസൂം ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും അതാ എങ്ങോട്ടൊന്നില്ലാതെ ആരോടൊന്നില്ലാതെ ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചുട്ടുപൊള്ളുന്ന മണലിന്റെ മണലാരണ്യത്തിലൂടെ കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുകയാ. എങ്ങോട്ടാ പോകേണ്ടതെന്നറിയില്ല, ആരോടാ ചോദിക്കേണ്ടതെന്നറിയില്ല, എങ്ങോട്ടെന്നില്ലാതെ രണ്ടുപേരും ഓടുകയാ. പിന്നിലേക്ക് നോക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പിന്നാലെ അതാ ഓടി വരുന്നുണ്ട്. അത് കാണുമ്പോ രണ്ടുപേർക്കും സന്തോഷമായി, അത് കണ്ടപ്പോ രണ്ടുപേർക്കും ആഹ്ലാദമായി. വല്ലാത്ത മനസ്സിലൊരു അനുഭൂതി ഉണർന്നു വരികയാ, വല്ലാത്ത സന്തോഷമാവുകയാ. അങ്ങനെ മൂന്ന് പേരും അതാ മദീനയിലേക്ക് യാത്ര പോകുകയാ. എത്ര കിലോമീറ്ററാ മദീനയിലേക്ക് എന്നറിയുമോ? 400-450 കിലോമീറ്ററുകളും സഞ്ചരിച്ചാൽ മാത്രമേ ആ മദീനയിലെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതാ അവരെ മൂന്ന് പേരും കാൽനടയായിട്ട് മദീനയിലേക്ക് യാത്ര തുടരുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മദീനയിലേക്ക് മൂന്ന് പേരും പോവുകയാ കാൽനടയായിട്ട്. 400-450 കിലോമീറ്ററുകളോളമുണ്ട്. ഇവിടുന്ന് ഇപ്പോ ഏകദേശം നോക്കിയാൽ എന്റെ ഒരു ഊഹമാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോ ഒരു ബാംഗ്ലൂർ വരെ ഉണ്ടാവും, ഏകദേശം 450 കിലോമീറ്റർ എന്ന് പറഞ്ഞ അത്രയും ദൂരം അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോവുകയാ. ഒട്ടകത്തെ ആ ദുഷ്ടൻ കൊന്നുകളഞ്ഞു. ഒട്ടകത്തെ ഹുവൈരിസ് കൊന്നുകളഞ്ഞില്ലേ, അതുകൊണ്ട് ഒട്ടകമില്ല സഞ്ചരിക്കാൻ, നടന്നുകൊണ്ടാ പോകുന്നത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുകയാണ്, മക്കളെ കാത്തിരിക്കുകയാണ്. എത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ സയ്യിദിനോട് പറഞ്ഞതാണല്ലോ രണ്ടുപേരെയും ഇന്ന സമയത്തിന് എത്തിക്കണമെന്ന്. പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, പക്ഷെ സയ്യിദിനെയും തന്റെ മക്കളെയും കാണാനില്ല.
ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും വന്നില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയാൻ. ഇതൊക്കെ ആധുനിക ലോകമല്ലേ. അതുകൊണ്ട് പണ്ട് അതുപോലത്തെ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് 3 പേരും ആകെ ക്ഷീണിച്ച് ഓടി തളർന്നുകൊണ്ട് വരുന്നുണ്ട്. 3 പേരും ഓടി തളർന്നുകൊണ്ട് വരികയാ. ഫാത്തിമത്തുസ് സുഹ്റ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സാകെ വേദനിച്ചു പോയി. കാരണം മക്കയിലുണ്ടായിരുന്ന തടിച്ചു കൊടുത്ത സുന്ദരിയായ സൗന്ദര്യവതിയായ ഫാത്തിമ ബീവിയ കടന്നു വരുന്നത്. ആകെ തടിയെല്ലാം ക്ഷീണിച്ചു പോയി, സൗന്ദര്യമെല്ലാം കുറഞ്ഞു പോയി. അത് കണ്ടപ്പോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കരഞ്ഞുകൊണ്ടാ 3 പേരെയും സ്വീകരിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയിരിക്കെയാണ് ബദർ യുദ്ധം കടന്നു വരുന്നത്. അപ്പോഴേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, വിവാഹപ്രായം എത്തിയിട്ടുണ്ട്. മദീനയിലുള്ള എല്ലാ കീർത്തികേട്ട എല്ലാ കോടീശ്വരന്മാരും മുതലാളിമാരും പ്രമാണിമാരും കച്ചവടക്കാരും വിവാഹാലോചനയ്ക്ക് വേണ്ടി കടന്നു വരികയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ സ്വന്തമാക്കാൻ വേണ്ടി കടന്നു വരികയാ. ആര് പറഞ്ഞാലും ആര് എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. എനിക്ക് ആ വിഷയത്തിൽ അല്ലാഹുവിന്റെ നിർദ്ദേശം വരട്ടെ. ഫാത്തിമയുടെ വിഷയമാണെങ്കിൽ എനിക്ക് രാജാധിരാജനായ പടച്ച തമ്പുരാന്റെ കൽപ്പന വരട്ടെ. എന്താണ് പ്രവാചകൻ പറയുവാനുള്ളത്, എന്താ പ്രവാചകൻ പറയാറുള്ളത്? അങ്ങനെ അതാ ലോകത്തിന്റെ നായകൻ ആ നിർദ്ദേശം വരാൻ കാത്തിരിക്കുകയാണ്. ഓ സമയത്താണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമയെ വിവാഹം ചെയ്യിക്കാൻ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. നബിയേ അല്ലാഹു അറിയിച്ചിരിക്കുകയാ. യാ റസൂലല്ലാഹ്, ഇത് കേട്ട മാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു വരുത്തുകയാ. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഓ അലിയേ, എന്റെ മകളേതാ നിനക്ക് വേണ്ടി കെട്ടിച്ചു തരാൻ, നിങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചു തരാൻ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അലിയേ, സന്തോഷമല്ലേ അലിയേ, വളരെ ഹാപ്പിയല്ലേ അലിയേ എന്ന് ചോദിക്കുന്ന സമയത്തതാ കേട്ട മാത്രയിൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, പുന്നാര നബി തങ്ങളുടെ മകളുടെ വിവാഹം ചെയ്യാൻ, പുന്നാര നബി തങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ എങ്ങനെയാണ് എനിക്ക് അവകാശം ലഭിച്ചത്? എങ്ങനെയാണ് ഞാൻ അതിനർഹപ്പെടുക? എന്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലല്ലോ, എന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ലല്ലോ. ഞാനൊരു ഫക്കീറായ മനുഷ്യനല്ലേ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ. എന്റെ പിതാവ് അബൂ ത്വാലിബ് ദാരിദ്ര്യം മൂലം മുങ്ങിക്കുളിച്ചിരിക്കുകയല്ലേ. എങ്ങനെയാണ് ഞാനതിന് സന്നദ്ധനാവുക? എങ്ങനെയാണ് ഞാനതിന് തയ്യാറാവുക? അഥവാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഞാൻ വിവാഹം ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്താൽ ആ ഫാത്തിമാക്ക് ഞാൻ മഹർ കൊടുക്കണ്ടേ, ജീവിതത്തിന്റെ ഉപാധികൾ കണ്ടെത്തി കൊടുക്കണ്ടേ, എല്ലാ വിവാഹത്തിന് അണിയുവാനുള്ള എല്ലാവിധ ചമഞ്ഞൊരുങ്ങുവാനുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടേ. എന്റെ പക്കൽ അതിന് പറ്റുന്ന സമ്പത്തൊന്നുമില്ലല്ലോ, എന്റെ പക്കൽ അതിന് പറ്റുന്ന കാശൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ എന്റെ ആ ഫാത്തിമയെ സ്വീകരിക്കുക എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. എത്രയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പ്രവാചകൻ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാ അലിയാർ തങ്ങളെ പ്രവാചകൻ ഏറ്റെടുത്തതെന്നറിയുമോ? എന്തുകൊണ്ടാ സെലക്ട് ചെയ്തതെന്നറിയുമോ? ബദർ യുദ്ധത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടന്നയാളാണ് അലി. ബദർ യുദ്ധത്തിൽ വെച്ച് വീരശൂര പരാക്രമം കാട്ടിയ ആളാണ് അലി. ആ ബദർ യുദ്ധത്തിന്റെ തുടക്കത്തില് 3 ആളുകൾ ശത്രുപക്ഷത്ത് നിന്ന് ഇറങ്ങി വരികയാ. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, മുഹമ്മദേ, ഞങ്ങൾ അബൂജഹലിന്റെ മക്കളാടാ, ഞങ്ങൾ അബൂലഹബിന്റെ കൂട്ടുകാരാടാ. നിന്റെ കൂട്ടത്തിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഇറങ്ങി വരാന് പറയടാ. ഞങ്ങൾ ആ യുദ്ധത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. നിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇറങ്ങി വരാന് പറയടാ. ഇത് കേട്ടപാട് അല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാം മറന്ന് സ്നേഹിച്ച അൻസ്വാരികളിൽ നിന്ന് 3 ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറയുകയാ, ഞങ്ങളുണ്ടടാ, ഞങ്ങളുണ്ടടാ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ടടാ. മക്കയിൽ വെച്ച് നിങ്ങളെ പ്രവാചകനെ ആട്ടിയോടിച്ചപ്പോ ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് സ്നേഹിച്ച ഞങ്ങളുണ്ടടാ യുദ്ധം ചെയ്യാൻ. കടന്നുവാടാ, കടന്നുവാടാ എന്ന് പറയുന്ന സമയത്തതാ ആ ഖുറൈശികളെല്ലാം ചോദിക്കുകയാ, നിങ്ങൾ എവിടുത്തുകാരാ? നിങ്ങളെ മുമ്പൊന്നും കണ്ടിട്ട് പരിചയമില്ലല്ലോ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഈ മക്കയിലാണോ മദീനയിലാണോ എന്ന് ചോദിക്കുന്ന സമയത്തതാ അവര് പറയുകയാ, ഞങ്ങൾ മദീനയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ നഹ്നുൽ അൻസാർ, ഞങ്ങൾ മദീനയിലുള്ള അൻസാരികളാ, ആ മദീനയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോ ശത്രുക്കൾ മുഹമ്മദായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ, ഓ മുഹമ്മദേ, നിനക്ക് നാണമുണ്ടോ? ഏ മുഹമ്മദേ, നിനക്ക് ലജ്ജയുണ്ടോ? അന്യനാട്ടുകാരെ കൊണ്ടുവന്ന് ഞങ്ങളെ നീ ഭീഷണിപ്പെടുത്തുകയാരോ? നിന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരാന് പറയടാ. മറുനാട്ടുകാരെയല്ല ഞങ്ങൾക്ക് ആവശ്യമായേണ്ടി വരുന്നത്, ഞങ്ങൾക്ക് ഈ മക്കയിലുള്ളവരെയാ ആവശ്യമുള്ളത്. അതുപോലെ മറുനാട്ടിൽ നിന്ന് വരുന്ന ആ മദീനക്കാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്തതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കുനിയാ ഉബൈദ, ഉബൈദ നിങ്ങളെ പോവുക, കുനിയാ ഹംസ, ഹംസേ നിങ്ങളെ പോവുക, കുനിയാ അലി, അലിയാര് തങ്ങളെ നിങ്ങളും പോവുക. കേൾക്കേണ്ട താമസം സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഊരി പിടിച്ച ദുൽഫഖാർ എന്ന് പറയുന്ന വാളുമായിട്ട് അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് ചെല്ലുകയാ. തന്നെ വടിക്കാൻ വേണ്ടി ഓടിയെടുക്കുന്ന, തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി ഓടിയെടുക്കുന്ന വലീദ് എന്ന് പറയുന്ന ധിക്കാരിയായ ശത്രുവിന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ വീശലാണ്, ഒരൊറ്റ വീശലാണ്. വലീദിന്റെ ഉടലും തലയും തെറിച്ചു പോയി. വലീദ് അതാ ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയാ. അവിടെ വെച്ചതാ വലീദ് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ മരിച്ചു വീഴുകയാ. ഓ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് വീരശൂര പരാക്രമം കാട്ടിയ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ അലിയാർ തങ്ങളെ വെന്തുന്നില്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത മഹബ്ബത്തായിരുന്നു. മാത്രമല്ല സത്യസന്ധനുമാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സമ്പത്തില്ലെങ്കിലും പ്രശ്നമില്ല, ദാരിദ്ര്യമായാലും വിരോധമില്ല, നല്ല ഒരു മനുഷ്യനാണല്ലോ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു സമാധാനം പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അതാണ് ആലോചിക്കേണ്ടത്, നമ്മളും അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ പക്കൽ ഒരുപാട് പണമുണ്ട്, ഒരാളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട് എന്നതുകൊണ്ട് അയാൾ നല്ലവനായിക്കൊള്ളണമെന്നില്ല, അവന് കർമ്മബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അവന്റെ സമ്പത്ത് ആർക്കും ഉപകാരപ്പെടാതിരിക്കുകയില്ല.
അവന്റെ സ്വഭാവം ശരിയായിക്കൊള്ളണമെന്നില്ല, അവന്റെ എല്ലാ കാര്യങ്ങളും നല്ലതായി കൊള്ളണമെന്നില്ല. അതാണ് പ്രശസ്ത എഴുത്തുകാരനായ റിക്കി റോഗർ പോലും പറഞ്ഞത്, എ പെർഫെക്റ്റ് ലൈഫ് isn't from their money but from their culture. സ്വസ്ഥമായ ജീവിതം പണത്തിലല്ല, മനസ്സിലാണ്, സ്വഭാവത്തിലാണ്. ഒരുത്തന്റെ നല്ല ഒരിത് കാണുന്നത് സ്വഭാവത്തിലാണ്, മനസ്സിലാണ്. പണം നോക്കിയിട്ട് ഒരാളെയും നിങ്ങൾ വേർതിരിക്കണ്ട, ഒരാളെയും നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, തെരഞ്ഞെടുക്കണ്ട. അതുകൊണ്ടാണ് പ്രശസ്ത എഴുത്തുകാരൻ റിക്കി റോഗർ പറഞ്ഞത്, നല്ല ഒരുത്തന്റെ ലക്ഷണം അവന്റെ മനസ്സിലാണ് കാണുന്നത്, അവന്റെ സ്വഭാവത്തിലാണ് കാണുന്നത്. പണം നോക്കിയിട്ട് ആരും ഒരാളെ തെരഞ്ഞെടുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ വിളിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, അലിയെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്റെ ഫാത്തിമയെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ നബിയെ ഒരു ചില്ലി കാശ് പോലുമില്ല. ഫാത്തിമയെ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ അവൾക്ക് മഹർ കൊടുക്കണ്ടേ? അവിടുത്തെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവായ ഞാനല്ലേ നോക്കി നടത്തേണ്ടത്? അതുകൊണ്ട് എനിക്ക് എവിടെ നിന്നാണ് പണം കിട്ടുക? റസൂലുള്ളാഹി ചോദിച്ചു, ഒന്നുമില്ല അലിയാരെ നിങ്ങളുടെ കയ്യിൽ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ എന്ത് സമ്പാദ്യമുണ്ടെന്ന് ചോദിച്ചാൽ മൂന്നേ വസ്തുക്കൾ മാത്രമേ എന്റെ പക്കലുള്ളൂ. ഒന്ന്, അന്ന് യുദ്ധം കഴിഞ്ഞ സമയത്ത് അങ്ങ് എനിക്ക് തന്ന ഒരു ഒട്ടകം എന്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഒരു വാളും എന്റെ കയ്യിലുണ്ട്, ഒരു പരിചയം എന്റെ കയ്യിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയേ, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒട്ടകത്തിനെ വിൽക്കാൻ നിൽക്കണ്ട, അത് യുദ്ധത്തിന് അത്യാവശ്യമുള്ള ഒരു വസ്തുവല്ലേ. അതുപോലെ വാളും വിൽക്കാൻ നിൽക്കണ്ട, അതും യുദ്ധത്തിന് അനിവാര്യമാണ്. ബാക്കിയുള്ള ആ പരിചയം വിൽക്കുക, ആ പരിചയം അങ്ങ് വിൽക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു അങ്ങാടിയിലേക്ക് പോയി അതിനെ വിറ്റു. വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനെ വിറ്റിട്ട് 480 ദിർഹം ലഭിച്ചു. 480 ദിർഹം. എന്നിട്ട് പ്രവാചകനോട് പോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് 480 ദിർഹം കിട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഞാനിതാ ഫാത്തിമയുടെ മഹർ നിശ്ചയിക്കുന്നു, 400 ദിർഹം. ആലോചിക്കണം, 400 ദിർഹം എന്റെ ഫാത്തിമയുടെ മഹറായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബാക്കിയുള്ളത് എത്രയാ? 80 ദിർഹം. 80 ദിർഹം മാത്രമാണ് ബാക്കിയുള്ളത്. 80 ദിർഹം കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് വസ്ത്രം വാങ്ങണ്ടേ, അണിഞ്ഞൊരുങ്ങാനുള്ള ചമഞ്ഞൊരുങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ. അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസുകളിൽ പെട്ട പെർഫ്യൂം വാങ്ങണ്ടേ, അത്തർ വാങ്ങണ്ടേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഹുബ്ബു ഇലൈഹികുമതി വന്നിസാ ഖുർറതു ഐനി ഫിസ്സലാ. ഓ സ്വഹാബത്തെ, ഓ സ്വഹാബത്തെ, സുഗന്ധദ്രവ്യങ്ങളോടും സ്ത്രീകളോടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാ, 80 ദിർഹമിന് എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ വാങ്ങിക്കുക? എങ്ങനെയാണ് ഞാൻ എന്റെ വിവാഹത്തിന്റെ ചെലവുകൾ നടത്തുക? 3-1 കൊണ്ട് വസ്ത്രം വാങ്ങുക, 3-2 കൊണ്ട് അത്തർ വാങ്ങുക എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചത്. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മാതിരി ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിന്റെ കല്യാണ പന്തലിലേക്ക് വരുന്നവർക്ക് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാൻ അലിയുടെ കയ്യിൽ പണമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഓരോ കല്യാണ വേദികളിലേക്ക് ചെന്ന് കഴിഞ്ഞാ എത്രയിനം ഭക്ഷണങ്ങളെ ഇനങ്ങളാ ആ ടേബിളുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബിരിയാണി ആണെങ്കിൽ മറുഭാഗത്ത് നെയ്ച്ചോറാ, ഒരു ഭാഗത്ത് ചിക്കൻ ആണെങ്കിൽ മറുഭാഗത്ത് മട്ടനാ, ഒരു ഭാഗത്ത് ഐസ്ക്രീം ആണെങ്കിൽ മറുഭാഗത്ത് ഫ്രൂട്ട് സലാഡാണ്. അമിതവേമല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇസ്റാഫല്ലേ നമ്മൾ ചെയ്യുന്നത്? ഓരോ കല്യാണത്തിനും 1000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് രൂപയില്ലേ നമ്മൾ പൊടിപൊടിക്കുന്നത്? അല്ലാഹുവിന്റെ തന്നെ പറയട്ടെ, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഖുവാനശയാ. അമിതമായി ദുർവ്യയം ചെയ്യുന്നവന്, അമിതമായി ഇസ്റാഫ് ചെയ്യുന്നവന് അവൻ പിശാചിന്റെ അനുയായികളാണ്.
അബീത്വാലിന്റെ സഹോദരങ്ങളാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ തീർന്നിട്ടില്ല. ആ ആഡംബര സമ്പന്നമായ വീട്ടിലുള്ള ഭക്ഷണശാലയിലേക്ക് നിങ്ങളൊന്ന് ചെന്നു കഴിഞ്ഞാൽ, ആ വീട്ടിനകത്തുള്ള ഭക്ഷണശാലയിലേക്ക് നിങ്ങളൊന്ന് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഇരുന്നിട്ടൊരു പാട്ട് പാടുന്നുണ്ടാകും. ബിരിയാണി വേണ്ടവർ പോകണം വടക്കോട്ട്, നെയ്ച്ചോറ് തിന്നാൻ ചെല്ലണം തെക്കോട്ട്, രുചിയൂറും ഐസ്ക്രീം തിന്നുവാൻ താഴോട്ട്, പെപ്സിയും കൊക്കക്കോളയും അവിടുണ്ട്, ചിക്കൻ 65 അവിടെയുണ്ട്, കുഴിമന്തി പോലെയുള്ള ഐറ്റംസ് ഉണ്ട്. ഹജാര മക്കളെ മംഗലമാണല്ലോ, അതുകൊണ്ട് എല്ലാം ഇവിടെയാണ് സോദരാ. യുവസമൂഹത്തിന്റെ അടിഞ്ഞാട്ടമാണ് പറയുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പണമില്ല. പണം കൊണ്ട് നമ്മളെല്ലാം അഹങ്കാരികളാണ്. പണത്തിന്റെ ആധിക്യം കൊണ്ട് സമ്പത്ത് വർദ്ധിച്ചപ്പോ നമ്മളെല്ലാം അഹങ്കാരികളായി മാറിയില്ലേ, ദുഷ്ടമനസ്സിന്റെ ഉടമകളായി പോയില്ലേ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ അതാ അലി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് വേണ്ടി വസ്ത്രം വാങ്ങുകയാ. എങ്ങനെയുള്ള വസ്ത്രമാണെന്നറിയുമോ? പട്ടുസാരിയല്ല, സിൽക്ക് സാരിയല്ല, അമേരിക്കൻ ഫാഷനല്ല, പിന്നെ ഏതു തരത്തിലുള്ള തരം മോഡലുകളൊന്നുമില്ല, വസ്ത്രങ്ങളൊന്നുമല്ല, ആഡംബര ലളിതമായ വസ്ത്രമാണ് ഫാത്തിമ ബീവിക്ക് അലി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും വിവാഹിതരാകുകയാ. രണ്ടുപേരെയും അല്ലാഹുവിന്റെ പ്രവാചകൻ അനുഗ്രഹിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാ, രണ്ടുപേർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാ. അങ്ങനെ അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു തആല അൻഹാ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ. മണവാളന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ. സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോ മഹാന്മാരായ കരഞ്ഞു പോവുകയാ. കാരണം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? കരളലിയിപ്പിക്കുന്ന രംഗമാണ് പറയുന്നത്. ആധുനിക യുഗത്തിലെ പെങ്ങന്മാര് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാ സ്വാമികൾ കരഞ്ഞതെന്നറിയുമോ? അന്തല്ലദീ ലൗലാക മാ ഖുലിക മറൂൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. ലോകത്തിന്റെ നായകന്റെ സഫീഉൽ വറാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഓർത്തപ്പോഴാണ് സ്വഹാബികൾ കരഞ്ഞു പോയത്. അങ്ങനെ അതാ രണ്ടുപേരും വിവാഹിതരായി. ആദ്യത്തെ രാത്രി മണിയറയിലേക്ക് പ്രവേശിക്കുകയാ. ഭർത്താവാകുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിനകത്തുള്ള മണിയറയിലേക്ക് പ്രവേശിക്കുകയാ. അവിടെ ചെറിയൊരു വെളിച്ചം കാണാനുണ്ട്. ചെറിയൊരു വെട്ടം അവിടെ കത്തിച്ചു വെച്ചിരിക്കുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമ്മതപ്രകാരം ആ വിളക്കിനെ അതാ കെടുത്തിക്കളയടാ. വിളക്കിനെ അതാ കളയുകയാണ്. ആ സമയത്തതാ മഹദി ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ കരഞ്ഞു പോവുകയാ. സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബീവി റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, എന്തിനാണ് മോളെ ഫാത്തിമ നീ കരയുന്നത്? എന്തിനാണ് മോളെ നീ കരയുന്നത്? നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട
ഫാത്തിമ പറഞ്ഞു, അല്ല, നിന്റെ മാതാവിനെ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, അല്ല, പിന്നെ എന്തിനാണ് മകളെ നീ കരയുന്നത്? എന്തിനാണ് ഫാത്തിമ നീ പൊട്ടിക്കരയുന്നത്? എന്തിനാണ് ഫാത്തിമ നീ വിരുമ്പിക്കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തതാ എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണ് പറഞ്ഞത്? അറയിലുള്ള സംവിധാനത്തെ കുറിച്ച് നേരത്തെ കാലേ കൂട്ടി കണ്ടറിഞ്ഞ കണ്ടീഷൻ പറയുന്ന കാലഘട്ടത്തില് അറയിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് ഡിമാൻഡ് വെക്കുന്ന കാലഘട്ടത്തില് ഫാത്തിമ ബീവി നിങ്ങൾക്ക് മാതൃകയാണ് സഹോദരങ്ങളെ. ഫാത്തിമ ബീവിയെ കണ്ടുകൊണ്ടാ നിങ്ങൾ പഠിക്കേണ്ടത്. ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതെന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഓ അലിയാര് തങ്ങളെ, ഓ എന്റെ പ്രിയപ്പെട്ട അലിയാര് തങ്ങളെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്ന വിളക്കിനെ അണച്ചു കഴിഞ്ഞല്ലോ. ആ അണച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ അറ മുഴുവനും ഇരുട്ടായി മാറിയല്ലോ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിക്കകത്ത് ഉണ്ടായിരുന്നത് എന്താണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? സുൽഫക്സ് ബെഡല്ല, കോഹിനൂർ കിടക്കല്ല, മോഡേൺ ബെഡല്ല, ഒരു ഈന്തപ്പനയോല കൊണ്ട് മേലുണ്ടാകിയ ഒരു ചെറിയ പായ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സഹോദരാ മനസ്സിലാക്കണേ, പുതക്കാന് പോലും പുതപ്പില്ല, അത് വാങ്ങാൻ പോലും അലിയുടെ കയ്യിൽ പണമില്ല. ാണ് ലോകത്തിന്റെ നായകൻ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്തു കൊടുത്തത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനിക്ക് ആ വിവാഹം ചെയ്തു കൊടുത്തത്. എന്തൊരു സൗന്ദര്യവതിയാണ് ഫാത്തിമ! എങ്ങനെയുള്ളൊരുത്തനെ കിട്ടും ഫാത്തിമ ബീവി അല്ലാഹു തആല അൻഹക്ക്? എന്നിട്ടും എന്തുകൊണ്ടാണ് അലിയെ സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് അലിയാര് തങ്ങളെ സെലക്ട് ചെയ്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. ബദർ യുദ്ധത്തിൽ വെച്ച് വീരശൂര പരാക്രമം കാട്ടിയ അലി റളിയല്ലാഹു തആല അൻഹു, അതേ അലിയെ തന്നെയാണ് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഫാത്തിമക്ക് വേണ്ടി കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞു തരുന്നത്. 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും എയർ കണ്ടീഷനുകളും ആധുനിക സംവിധാനങ്ങളും അമേരിക്കയുടെ ഉള്ളറകളിൽ നടക്കുന്ന വേഷാവൃത്തികള് തന്റെ മേശപ്പുറത്ത് കാരണമെന്ന് കണ്ടീഷൻ പറയുന്ന സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു എന്താണ് പറഞ്ഞതെന്നറിയുമോ? അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഓ എന്റെ പ്രിയപ്പെട്ടവനെ, നമ്മുടെ അറക്കകത്ത് ചെറിയ വെളിച്ചമുണ്ടായിരുന്നല്ലോ, ആ വെളിച്ചത്തിന് നിങ്ങളിപ്പോ അടച്ചു കഴിഞ്ഞല്ലോ. ആ സമയത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, നമ്മളെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞ, നമ്മളെല്ലാവരും ഈ ലോകത്ത് പോയാൽ നമ്മളെല്ലാം നേരിടേണ്ടി വരുന്ന ഖബറാണ്. ഇത്രയും കാലം എന്നെ സംരക്ഷിക്കാൻ എന്റെ ബാപ്പയുണ്ടായിരുന്നു, അതിനു മുമ്പ് എന്റെ ഉമ്മയുണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ഉപാധികളും കണ്ടെത്തിത്തരാൻ എന്റെ പ്രിയപ്പെട്ടവനെ നിങ്ങളുണ്ടാകുമല്ലോ. പക്ഷേ നമ്മളെല്ലാം ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോയാൽ, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ, ഓ ഖബറിനകത്ത് നമ്മെ സംരക്ഷിക്കാൻ, ആ ഖബറിനകത്ത് എനിക്ക് സ്ഥാനം നൽകാൻ, എനിക്ക് സന്തോഷം നൽകാൻ അലിയാർ തങ്ങളെ ഖബറിനകത്തുണ്ടാവുക എന്നാണ് ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നത്. ഇവരുടെ ആദ്യ രാത്രിയെ കുറിച്ചാ പറയുന്നത്, ഇവരുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാ പറയുന്നത്. ആദ്യത്തെ രാത്രിയിൽ തമ്മാടിത്തരം കാട്ടിക്കൂടുന്ന മുസ്ലിമേ, അനിസ്ലാമിക സംസ്കാരം ആദ്യ മാറ്റുന്ന ലോകമേ, മുസ്ലിം യുവാക്കളെ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇവരുടെ ആദ്യ രാത്രിയെ കുറിച്ചാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
കഴിഞ്ഞ കാലത്തിലെ വൃത്തികേടുകൾ ചർച്ച ചെയ്യലായിരുന്നില്ല. ഭാര്യയോട് നീ ആരെയൊക്കെയാ പ്രേമിച്ചത്, നീ ആരെയൊക്കെയാ സ്നേഹിച്ചിരുന്നത് എന്ന് ചോദിക്കലായിരുന്നില്ല. ഭർത്താവിനോട് നിങ്ങൾ കാലത്തിലെ ജീവിതത്തിലെ താളപ്പിഴകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യലായിരുന്നില്ല. ആരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ദുനിയാവിനകത്തുനിന്ന് വേർപിരിഞ്ഞു പോയാൽ, ഓ ഖബറിനകത്തിലേക്ക് സന്തോഷം നൽകാൻ, എന്നെ സമാധാനിപ്പിക്കാൻ ആരാണ് അലിയാർ തങ്ങളെ ഖബറിനകത്തുണ്ടാവുക എന്നാണ് അവർ ഖബറിൽ വെച്ച്, എന്നാണ് അവർ മണിയറയിൽ വെച്ച് ചർച്ച ചെയ്തത്. രണ്ടുപേരുടെയും ആദ്യത്തെ രാത്രിയെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെ രാത്രിയിൽ കരഞ്ഞവരുണ്ടോ? എവിടെ ഉണ്ടാകാൻ? ആദ്യത്തെ രാത്രിയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു തആല അൻഹുവിനെയും പോലെ പൊട്ടിക്കരഞ്ഞു പോയ ഭർത്താവും ഭാര്യയും ഒരുപോലെ കരഞ്ഞുപോയി. അതുപോലെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മൊഗ്രാൽ പുത്തൂരിന്റെ മണ്ണിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരും ഉണ്ടാവുകയില്ല. മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഫേന് കിട്ടിയില്ല, എനിക്ക് AC കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ പ്രശ്നങ്ങൾ കൊണ്ട് കരഞ്ഞ ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അലി റളിയല്ലാഹു തആല അൻഹു അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുപോയി. ചോദിച്ചപ്പം പറഞ്ഞതാ, നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ ആ ഖബറിനകത്ത് എന്നെ സമാധാനിപ്പിക്കാൻ, സന്തോഷം നൽകാൻ ആരാ ഖബറിനകത്തുണ്ടാവുക എന്നാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ വെച്ച് വിളക്ക് കെടുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ ഇരുട്ടാണെങ്കിലും എനിക്ക് ധൈര്യം തരാൻ നിങ്ങളുണ്ടല്ലോ ഇവിടെ. നമുക്കും അതുപോലെയാ. ഇരുട്ടത്ത് ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആരുമില്ലെങ്കിലും വല്ലാത്ത പേടിയാണ്. പക്ഷെ തന്റെ കൂടെയുണ്ട്, വല്ലാത്ത പേടിത്തൊണ്ടനാണ് എങ്കിലും ഒരാൾ, രണ്ടുപേർക്കും ഒരു പേടി ഉണ്ടാകൂല. രണ്ടുപേരും വല്ലാത്ത പേടിത്തൊണ്ടന്മാരാണ് എങ്കിലും രണ്ടുപേരും ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് രീതി. അതുപോലെ തന്നെയാണ് ഫാത്തിമ ബീവിയും പറഞ്ഞത്. ഇതുപോലെ തന്നെയല്ലേ നാളെ ഖബറിനകത്തും ഉണ്ടാവുക. എല്ലാ ഭാഗത്തും ഇരുട്ടാണല്ലോ, അവിടെ എനിക്ക് സമാധാനം നൽകാൻ ആരാണ് ഉണ്ടാവുക എന്ന് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബന്ധപ്പെട്ടവര് ബക്കറ്റുമായി വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഒരു സംഭാവന ആ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംഭാവനകളെയും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഒരുപാട് ചെലവുകൾ വഹിച്ചുള്ള പരിപാടിയാണ്. ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന് നമ്മുടെ ഉസ്താദുമാരുണ്ട്. ഇതിനുവേണ്ടി ഓരോ വിയർപ്പ് തുള്ളികളും അനുഭവിച്ചവരുണ്ട്. അതിന്റെ കഠിനാധ്വാനം അത് ചെയ്തവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ, ഇവിടെ എന്നല്ല എവിടെയായാലും, ഇത് ഇവിടുത്തെ ഏകദിന മതപ്രഭാഷണമാണ്. നമ്മുടെ ബഹുമാന്യരായ ഉസ്താദവറുകളുടെയും അവിടുത്തെ ബാപ്പാന്റെയും അനുസ്മരണ ചടങ്ങിൽ വെച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതൊരു വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. സാധാരണ നമുക്കറിയാം, ഒരുപോലെ എല്ലായിടത്തും പ്രചരണം നടത്തിയും അതുപോലെ ഇവിടെ സംഘടിപ്പിച്ച നല്ല മൈക്ക് സെറ്റിനൊക്കെ നല്ല വിലയുണ്ട്. അതിന് നല്ല പണം കൊടുത്താൽ മാത്രമേ ഇതുപോലുള്ള സെറ്റുകളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. നല്ല വില കൊടുക്കണം. അതുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സംഭാവന നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് എന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാകണം. എന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും ഖബർ വിശാലമാകണം. എന്റെ മക്കളെ ഞാനിതാ ഹാഫിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാ. എന്റെ രോഗമെല്ലാം ശിഫയാകണം. എന്റെ എല്ലാ മുറാദുകളും ഹാസിലാകണം. എന്റെ മകൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് രോഗത്തിന് ശിഫ ലഭിക്കണം എന്നൊക്കെയുള്ള മനസ്സിനകത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് എത്ര ജീവനുകളാ അപകടങ്ങളിലൂടെ പൊലിഞ്ഞു പോകുന്നത്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി, എത്ര ആളുകളാണ് ഓരോ ദിവസവും വാഹനങ്ങളടിയിൽ പെട്ടുകൊണ്ട് റോഡിന്റെ അതിൽ ചിഹ്നച്ചേറിൽ കിടക്കുന്നത്, അതുപോലെ തന്നെ വെന്തുരുകി മരിക്കുന്നത്, അതുപോലെയുള്ള മറ്റുള്ള ആക്സിഡന്റുകളിൽ പെട്ടുകൊണ്ട് മരണമടയുന്നവർ എത്ര. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ സ്വതക്ക ചെയ്താൽ അവന് വരാനിരിക്കുന്ന ബലാഗ മുസീബാത്തുകളെ ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തട്ടിമാറ്റുന്നതാണ്. ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. സ്ത്രീകളുടെ അടുത്തൊക്കെ ഞാന് ഈ വിനീതൻ കോഴിക്കോടും അതുപോലെ കാഞ്ഞങ്ങാടും ഒക്കെ ഒരു
ചെന്നപ്പോ ഇതുപോലെ നമ്മുടെ മഹിതമായ ഈ മജ്‌ലിസിന് വേണ്ടി ചോദിച്ചപ്പോ നമ്മുടെ സഹോദരിമാര് മനസ്സറിഞ്ഞുകൊണ്ട് സഹായിച്ചപ്പോ ആ സംഘാടകർ വിചാരിച്ചതിനേക്കാളും ഉയർച്ചയാണ് അവിടെ ലഭിച്ചത്. ഇത് വെറുതെ കള്ളത്തരാണം പറയുകയല്ല, നിങ്ങളുടെ മലക്കിയെടുത്ത് പറയുന്നതല്ല, സത്യം മാത്രമേ പറയുകയുള്ളൂ. ഒരുപാട് സ്ത്രീകൾ അതുപോലെ ചെവിയിലും തന്റെ കഴുത്തിലുമൊക്കെ അടിഞ്ഞിരുന്ന സ്വർണമെല്ലാം മറിച്ച് ബക്കറ്റിലിട്ടതാണ് സംഘാടകർക്ക് കാണാൻ കഴിഞ്ഞത്. വല്ലാത്തൊരു ലോകം. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്രയാ പൈസയാ. സംഘാടകർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആഹ്ലാദമാണ്. കാരണം അവർ വിചാരിച്ചതിനേക്കാളും നല്ല സുഖയാണ്. അവരുദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് സക്സസ് ആയി നടത്താൻ കഴിഞ്ഞു. അവരുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരിമാര്, ആ ത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികള് ബക്കറ്റുമായി വരുന്നുണ്ട്. നിങ്ങൾ അവരെ നിരാശരാക്കി മടക്കാൻ പറ്റൂല. കാരണം ഇവിടെ വെച്ച്, നമ്മുടെ നാട്ടിൽ വെച്ചൊരു പരിപാടിയല്ലേ, ഒരുപാട് ചെലവുകൾ ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതുപോലെയുള്ള ഒരുപാട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങളുടെ പക്കലില്ല നല്ലൊരു തുകയെടുത്തുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു കവർ കൊടുത്തു വിട്ടിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ. അത് ഈ ദുആന്റെ മജ്‌ലിസിൽ അവസാനം ഇവിടെ വെച്ച് ദുആ ചെയ്യുന്നതാണ്. അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ കബറിനെ എത്തിക്കുക. എന്നിട്ട് ദുആ കഴിഞ്ഞുകൊണ്ടേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. കാരണം ഇവിടെ സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട VK ഇസ്മായിൽ ഉസ്താദ് അവറുകളുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വന്യപിതാവായ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി ഉസ്താദ് അവറുകളുടെയും അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനുസ്മരണം, അവരെ ഓർമ്മിപ്പിക്കലാണ് ഈ ചടങ്ങ്. അതുകൊണ്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, അല്ലേ? നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്തു കൊടുത്തൂടെ? ചില ആളുകളോട് ചോദിക്കുമ്പോൾ പറയും, എന്റെ കയ്യിലൊന്നുമില്ല മോനെ പറയും. അതാണ് ചില വയസ്സന്മാരുടെയും അതുപോലെ ഉമ്മമാരുടെയും ഒക്കെ അഭിപ്രായം. എന്തെങ്കിലും കൊടുത്താലല്ല വല്ലതും തിരിച്ചു കിട്ടൂ. എന്തെങ്കിലും സദഖ ചെയ്യണ്ടേ? പണ്ടൊരു നാട്ടില് ഒരു പക്ഷിവേട്ടക്കാരനുണ്ടായിരുന്നു. അതിന്റെ വിഷയം ഒരു ഭാഗത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് മടങ്ങാം. ഒരു നാട്ടിലൊരു പക്ഷിവേട്ടക്കാരനുണ്ടായിരുന്നു. എല്ലാ ദിവസവും പക്ഷിയെ പിടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു കാട്ടിൽ വെച്ച് ഒരു പക്ഷി ഇങ്ങനെ മുട്ട വിരിയിക്കുകയാണ്. മുട്ടയ്ക്ക് ഇങ്ങനെ അടയിരുന്നു കൊണ്ട് കാത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. ആ സമയത്ത് പക്ഷി ഇങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചവനെ, യാ റഹ്മാനായ തമ്പുരാനെ, എന്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടുന്ന് അടയിരുത്തിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി പുറപ്പെടുവിച്ചാൽ ആ ദുഷ്ടനായ വേട്ടക്കാരൻ എന്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പക്ഷിയത അവിടുന്ന് ദുആ ചെയ്യുകയാണ്, റഹ്മാനായ അല്ലാഹുവേ, ഇനിയെങ്ങാനും ആ പക്ഷിവേട്ടക്കാരൻ എന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വന്നാൽ അദ്ദേഹത്തെ നീ കരിച്ചു കളയണേ, അദ്ദേഹത്തെ നീ നശിപ്പിച്ചു കളയണേ എന്ന് ആ പക്ഷി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു പറഞ്ഞു, നിന്റെ എല്ലാ ദുആയും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി എങ്ങാനും അവൻ ആ മരത്തിന്റെ, അവൻ നിന്റെ വൃക്ഷത്തിന്റെ, നിന്റെ കൂടിന്റെ അടുത്ത് വന്നാൽ അവനെ നശിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടുതരിക, ഞാനത് ഏറ്റിരിക്കുന്നു എന്ന് അള്ളാഹു പടച്ച തമ്പുരാൻ പക്ഷിയെ അറിയിച്ചു. അങ്ങനെ ഇയാള് പക്ഷിനെ പിടിക്കാൻ വേണ്ടി വൃക്ഷത്തിനരികിലേക്ക് കടന്നു വരുന്നുണ്ട്. വളരെ ചിന്തിക്കണം. വൃക്ഷത്തിനരികിലേക്ക് ഇങ്ങനെ വരികയാണ് പക്ഷിയെ പിടിക്കാൻ വേണ്ടി. ആ സമയത്താണ് കിളി ഇങ്ങനെ ആലോചിച്ചു പോയത്, പടച്ച തമ്പുരാനെ, നീ എനിക്കൊരു വാക്ക് തന്നതാ, ഇവനിതാ എന്റെ പക്ഷിക്കൂടിനടുത്തേക്ക് എന്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവൻ വന്നിരിക്കുകയാണ്, ഇവരെ നീ വെറുതെ വിടാൻ പാടില്ല. പക്ഷെ അവനതാ കൊണ്ടുപോയി. അവൻ കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അവൻ പോവുകയാ. ആ സമയത്ത് പക്ഷി കരുതി, പടച്ചവനെ, നീ എനിക്ക് വാക്ക് തന്നത് നീ ലംഘിച്ചു കളഞ്ഞല്ലോ. ആ സമയത്ത് റഹ്മാനായ പടച്ച തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ പക്ഷിയെ അറിയിക്കുകയാണ്, ആ പക്ഷിവേട്ടക്കാരൻ നിന്റെ കൂടിനരികിലേക്ക് വരുന്നതിന് മുൻപ് വഴിയിൽ വെച്ച് അവരൊരു യാചകനെ കണ്ടുമുട്ടി, ഒരു ഭിക്ഷക്കാരനെ കണ്ടുമുട്ടി. ആ ഭിക്ഷക്കാരൻ ഇയാളുടെ ഭക്ഷണത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിക്കഷണം ആ പക്ഷിവേട്ടക്കാരൻ ഈ ഭിക്ഷക്കാരന് കൊടുത്തു. അതിന്റെ ഹക്ക് കൊണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് അവന് വരാനിരിക്കുന്ന ആ അപകടത്തെ ഞാൻ ഒഴിവാക്കി കൊടുത്തുവെന്ന് അള്ളാഹു പക്ഷി അറിയിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയുള്ള ഒരു മജ്‌ലിസാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് സഹകരിക്കുക. അതുകൊണ്ട് ദുആ കഴിയാതെ ആരും എഴുന്നേറ്റ് പോകരുത് എന്നാണ് പ്രത്യേകം നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആദ്യ രാത്രിയിലെ കരച്ചിലിനെ കുറിച്ചാണ്. രണ്ടുപേരും കരഞ്ഞുപോയി. മണിയറയിൽ വെച്ച് ഖബറിനെ ഓർത്തുകൊണ്ട് അവർ ചർച്ച ചെയ്തത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിയോട് ചോദിക്കുമായിരുന്നു, ഫാത്തിമ, നിനക്ക് വിഷമമുണ്ടോ മോളെ, പ്രയാസമുണ്ടോ മോളെ, ഈ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടാ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ വിഷമങ്ങളും കടിച്ചമർത്തുന്ന സ്ത്രീ ആയതുകൊണ്ട് അവര് പറയുകയാണ്, സന്തോഷമാണ്, സന്തോഷമാണ്. എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് പുറത്തു പറയില്ല, ഭർത്താവിനെ വേദനിപ്പിക്കുകയില്ല. കാരണം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാക്ക് പറഞ്ഞ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൽബുരുകുമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്കറിയാം. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരമെല്ലാം മെലിഞ്ഞിരിക്കുകയാ, തടിയെല്ലാം ക്ഷീണിച്ചിരിക്കുകയാ. ഇത് കാണുമ്പോ ഭർത്താവായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമാവുകയാണ്, മനസ്സദാ വേദനിക്കുകയാ. അലി റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചു, ഞാനും ഫാത്തിമയും ഒന്ന് വീട് മാറി താമസിക്കുന്നതാണ് നല്ലത്. ഞാനും ഫാത്തിമയും ഒന്ന് വീട് മാറി താമസിക്കുന്നതാണ് നല്ലത്. എന്റെ വീട്ടുകാർക്ക് തന്നെ അവരുടെ ചിലവ് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസമാണ്. എന്റെ പിതാവായ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചൊരിക്കുന്ന ഒരു മനുഷ്യനല്ലയോ, അദ്ദേഹത്തിന് തന്നെ കുടുംബത്തിനെ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത വിഷമമാണ്. അതുകൊണ്ട് ഞാനും ഫാത്തിമയും മൂലം എന്റെ ഉമ്മാക്കൊരു വിഷമമാകണ്ട, എന്റെ സഹോദരിമാർക്കൊരു വിഷമമാകണ്ട, എന്റെ ബാപ്പാക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അതുകൊണ്ട് എവിടെ നിന്നാണ് എനിക്കൊരു വീട് കിട്ടുക, എവിടെ നിന്നാണ് എനിക്കൊരു വീട് കിട്ടുക, എവിടെ നിന്നാണ് എനിക്കൊരു വീട് കെട്ടാൻ കഴിയുക, വാടകക്കൊരു വീട് വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം എന്താണെന്നറിയുമോ, മാസാമാസം ഓരോ വീട്ടിന്റെയും വാടക, വീട്ടിന്റെ മാസാമാസം അതിന്റെ വാടക എണ്ണിക്കൊടുക്കണ്ടേ, അതിന് എവിടെ നിന്നാണ് എനിക്ക് പണം ലഭിക്കുക? ഒരു മഹർ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത, ഒരു അത്തറിന്റെ കുപ്പി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത അലി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് ഒരു വീട് പണിയുക, എങ്ങനെയാണ് ആ സ്വപ്നത്തെ പൂവണിയിക്കുക? അപ്പോഴാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാതുകളിലേക്ക് ഒരു മെസ്സേജ് വന്നെത്തുന്നത്, ഒരു സന്ദേശം ലഭിക്കുന്നത്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ഒരു മുതലാളിയുണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. വലിയ കച്ചവടക്കാരനാണ്, മുതലാളിയാണ്, പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വീടുകളുണ്ട്. ഒരു വീട് ഒടിഞ്ഞു കിടക്കുകയാ, ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ഹാരിസയും തമ്മിൽ നല്ല ചങ്ങാത്തമാണ്, നല്ല ബന്ധമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് ചോദിച്ചാലും അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കണമെന്നില്ല, ഒന്ന് സൂചിപ്പിച്ചാലും മതി, അത് ചെയ്തു കൊടുക്കാൻ ഹാരിസ് സന്നദ്ധനാ, അത് ചെയ്തു കൊടുക്കാൻ ഹാരിസ് തയ്യാറാണ്. ഇത് ആരോ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തു. അലി റളിയല്ലാഹു തആല അൻഹുവിന് ആരോ പറഞ്ഞു കൊടുക്കുകയാ. ഹാരിസ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്, വലിയ മുതലാളിയാ, വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വീടുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു കിടപ്പാണ്, ഒരു വീട്ടിൽ അവര് താമസിക്കുന്നുണ്ട്. അദ്ദേഹവും പ്രവാചകനും തമ്മിൽ നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ചങ്ങാത്തമാണ്, നല്ല റിലേഷൻഷിപ്പാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചോദിച്ചാലും അത് നിറവേറ്റി കൊടുക്കാൻ ആര് തയ്യാറാണ്? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സ്വപ്നം പൂവണിക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലി റളിയല്ലാഹു ചെന്നുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ, എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഹാരിസ എന്ന് പറയുന്ന ഒരു മുതലാളിയുണ്ട്, വലിയ പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വീടുകളുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. ഞാനതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഫാത്തിമ, നീ പോയിട്ടെന്ന് റസൂലിനോട് പറ, എന്നാ നമുക്ക് ആ വീട് ലഭിക്കും.
എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെല്ലുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, ഞാനൊരു വലിയ പ്രയാസം ബോധിപ്പിക്കാൻ വേണ്ടിയാ വന്നത്. ഇതൊന്നും കേൾക്കാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, നിനക്ക് സുഖമാണോ മോളെ, സന്തോഷമാണോ മോളെ, ഭർത്താവിന്റെ വീട്ടിനകത്ത് നിനക്ക് സന്തോഷമാണോ മോളെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെ ചോദിച്ചാ എന്താ പറയുക? 100,000 കുറ്റങ്ങൾ എണ്ണി നിരത്തുകയല്ലേ ബാപ്പാന്റെ മുന്നില്. അവിടുത്തെ സമ്പ്രദായം ശരിയല്ല, അവിടുത്തെ വീട്ടുകാർ ശരിയില്ല, അവിടുത്തെ ഭക്ഷണം ശരിയില്ല, അവിടുത്തെ നാട്ടുകാർ ശരിയില്ല. ആ വീട്ടുകാരുടെ എല്ലാ ജോലികളും ചെയ്യുന്നത് ഞാനാണ്, അവരുടെ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നത് ഞാനാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനാണ്. എന്താ ഇവിടെ എല്ലാവരും ഇരുന്നോളി. ചെറിയൊരു പ്രശ്നം, പാമ്പാണല്ലേ. എല്ലാവരും അവിടേക്ക് കുറച്ചുകൂടി നമുക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് പിരിയാം. أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മജ്‌ലിസിൽ വന്നിരിക്കാൻ നല്ല സൗകര്യമായിരുന്നു. കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. കുറച്ചുകൂടിയുള്ള അധികമൊന്നും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല, നിങ്ങളെ വേദനിപ്പിക്കുകയില്ല. പെട്ടെന്ന് വന്നുകൊണ്ടൊന്നിരുന്ന വളരെ സൗകര്യമായിരുന്നു. ആവശ്യക്കാർ മാത്രം അവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർ നമ്മുടെ മജ്‌ലിസിലേക്ക് കയറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളെയും വിജയത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് വന്നിരിക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് ബാപ്പാന്റെ മുന്നില്. എനിക്കതില്ല, എനിക്ക് അവിടെ ഒന്നും ശരിയാകുന്നില്ല, ഭർത്താവിന്റെ മാതാവെന്നെ വല്ലാതെ പീഡിപ്പിക്കുകയാ, എന്നെ വേദനിപ്പിക്കുകയാ, എന്ത് ചെയ്താലും അതിന് കാരണക്കാര് ഞാനാ, എന്ത് കുറ്റം ചെയ്താലും അതിന്റെ തലയിൽ വന്നിട്ടാ വീഴുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എല്ലാം പ്രശ്നങ്ങളാ. എത്രയോ മാതാപിതാക്കൾ, എത്രയോ ഭാര്യമാര് ഇതുപോലെയുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടു പോയവരുണ്ട്. എത്രയോ സഹോദരിമാര് ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനങ്ങൾക്ക് ഇരയാകുന്നവരുണ്ട്. റഹ്മാനായ അല്ലാഹ്, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രശ്നങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധികളെല്ലാം പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ തമ്പുരാനെ. റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. എത്രയോ സഹോദരിമാര് ഭർത്തൃമാതാവിന്റെ പീഡനങ്ങൾക്ക് ഇരയാകുന്നവരുണ്ട്. എന്നിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് കണ്ണീരോടെ വീട്ടിനകത്ത് കഴിയുന്നവരുണ്ട്. എല്ലാം പ്രശ്നങ്ങളാ. മറ്റു ചിലര് കല്യാണപ്രായമെത്തിയിട്ടുണ്ട്, പക്ഷേ വധുവിന് ലഭിച്ചില്ല. വിവാഹപ്രായമെത്തിയിട്ടുണ്ട്, പക്ഷേ വരന് ലഭിച്ചില്ല. ഇങ്ങനെ ഒട്ടുമിക്ക പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ്
ഈ സദസ്സിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാറുണ്ട്. ദുആ കഴിയാതെ ആരും എഴുന്നേറ്റ് പോകല്ലേ. പല സ്ഥലങ്ങളിലും പ്രവാസനത്തിന് ചെന്നപ്പോ ദുആയിൽ പങ്കെടുക്കാതെയാ ആളുകൾ പിരിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് ദുആഇന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ദുആഇന്റെ ആവശ്യമില്ല. ഞങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാ വന്നത്. ഞങ്ങൾക്ക് എത്രയോ ദൂരമുണ്ട് വീട്ടിലേക്ക് കടന്നു പോകാൻ. ഞങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് ജോലിക്ക് പോകണം, വീട്ടിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളിതാ പോകുകയാ. ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആണ് എന്ന് ആലോചിച്ചുകൊണ്ടാ പലരും തിരിച്ചു പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാ പലരും ദുആയിൽ പങ്കെടുക്കാതെ മജ്‌ലിസ് വിട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ കഴിയാതെ ആരും എഴുന്നേറ്റ് പോകല്ലേ. കാരണം എന്താണെന്നറിയുമോ? മഹാന്മാരാകുന്ന അഡ്യാർ കണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ അവരുടെയും മഹാന്മാരായ VK ഇസ്മായിൽ ഉസ്താദ് അവരുടെയും അനുസ്മരണ ചടങ്ങിൽ വെച്ച് എന്റെ വാല് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. ഈ കാണുന്ന മൊഗ്രാൽ പുത്തൂർ ജമാ മസ്ജിദിൽ നിന്ന് ഒരുപാട് കാലം കുതുബ നിർവഹിച്ചവരല്ലയോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്. ഒരുപാട് പള്ളി ദർസുകൾക്ക് നേതൃത്വം വഹിച്ചവരല്ലേ, ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചവരല്ലേ. മഹാനവർകളുടെ ദൃക്കരങ്ങളാൽ തുടക്കം കുറിച്ചതല്ലേ നമ്മുടെ ദാറുൽ ഖുർആൻ. മഹാനവർകളുടെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ടല്ലേ, ബഹുമാനപ്പെട്ടവരുടെ കരങ്ങൾ കൊണ്ടല്ലേ ദാറുൽ ഖുർആൻ തുടക്കം കുറിക്കുന്നത്. 2009 ഏപ്രിൽ മാസത്തിൽ ദാറുൽ ഖുർആൻ തുടക്കം കുറിക്കുമ്പോ ഉസ്താദ് അവരുടെ നേതൃത്വത്തില് ദാറുൽ ഖുർആനിൽ പള്ളി ദർസുകളില് ആ ദാറുൽ ഖുർആനിനകത്ത് സ്കൂൾ പഠനം അനുവദിച്ചപ്പോ ചില ആളുകൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാ, ചില ആളുകൾ സ്ഥാപനത്തിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാ, എങ്ങനെയാണോ പള്ളി ദർസുകളിൽ സ്കൂൾ പഠനം നൽകുക? അതൊരു ലജ്ജാവഹമുള്ള കാര്യമല്ലേ, അതൊരു നാണക്കേടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ VK ഇസ്മായിൽ മുസ്ലിയാർ അവരുകള് ദീർഘവീക്ഷണമുള്ള മഹാനല്ലയോ, ദീർഘവീക്ഷണമുള്ള പണ്ഡിതനല്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ന് കേരളത്തിന്റെ കണക്ക് നോക്കിയാൽ ഏത് ഖുർആനാകട്ടെ, ഏത് പള്ളി ദർസുകളാകട്ടെ, സ്കൂൾ പഠനം അനുവദിക്കാത്ത ഏതെങ്കിലും ക്യാമ്പസുകൾ ഇന്ന് കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഉസ്താദ് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇതിനെ കുറിച്ച്. അതുപോലെ തന്നെയല്ലേ അവിടുത്തെ വന്യപിതാവായ മഹാനായ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ എല്ലാം വേണ്ടതുപോലെ ഉസ്താദുമാർ നിങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുകയാ. എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് വേദിയിലിരിക്കുന്ന ഉസ്താദുമാര് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ സന്തതികളാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് വിജ്ഞാനം നുകർന്നു തരുന്നത്, ഞങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നത്, നമ്മുടെ ദാറുൽ ഖുർആനിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരാ. ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മുസ്താഖ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഖാദിർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഹാഫിദ് ഉസ്താദുമാരുണ്ട്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. അൽഹംദുലില്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ, തക്കതായ പ്രതിഫലം നൽകണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് നീ പരിഹാരം കൊടുക്കണേ തമ്പുരാനെ. ദാറുൽ ഖുർആനിന് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥയാണ് പറയുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇത് വെറും പറച്ചിലല്ല, നിങ്ങളുടെ മനം മയക്കാൻ വേണ്ടിയല്ല പറയുന്നത്, നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഹൃദയങ്ങളെ തലോടാൻ വേണ്ടിയല്ല പറയുന്നത്, നമ്മുടെ കണ്ണിൽ നിന്നും കാണുന്ന അവസ്ഥയാണ് പറയുന്നത്. എന്നോട് ഇന്ന ദിവസം ഒരു പരിപാടി ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞപ്പോ ആ സമയം ആ നിമിഷം ഞാൻ കരുതിയതാണ്, ഇൻഷാ അല്ലാഹ് എന്റെ ഉസ്താദുമാരുടെ ത്യാഗങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്റെ ഉസ്താദുമാരുടെ സഹനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നുദ്ദേശിച്ചുകൊണ്ട്
വെച്ചുകൊണ്ടാ ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നത്. എല്ലാ ദിവസവും നമ്മുടെ മഞ്ചേശ്വരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ദാറുൽ ഖുർആനിൽ നിന്ന് പുറത്തു പോയാൽ കാലത്ത് തന്നെ പുറപ്പെട്ട പിന്നെ ബഹുവന്യരായ ഉസ്താദ് അവരുകൾ തിരിച്ചു വരുന്നത് വൈകുന്നേരമാണ്, രാത്രിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദാറുൽ ഖുർആന് വേണ്ടിയാ പരിശ്രമിക്കുന്നത്. ചെറിയൊരു കുടിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച ദാറുൽ ഖുർആൻ ഇന്ന് കേരളത്തിലുടനീളം അറിയപ്പെട്ട ഒരു മഹാസമുച്ചയമായി മാറിയില്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഇസ്മായിൽ ഉസ്താദ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ ദാറുൽ ഖുർആനിന്റെ തിരുമുറ്റത്ത് കിടക്കുന്നുണ്ട്, അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഉസ്താദ് അവറുകൾ നേരത്തെ പറഞ്ഞതുപോലെ ദാറുൽ ഖുർആനിലെ പിഞ്ചോമന മക്കള് അവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും 24 മണിക്കൂറും അവിടെ നിന്ന് ഖുർആൻ ഓതുകയാ. ആ മഹാനവറുകളുടെ തിരുവരങ്ങളാൽ തുടക്കം കുറിച്ചതുകൊണ്ട് നമ്മുടെ ദാറുൽ ഖുർആൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വഹിക്കുന്നത്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വഹിക്കുന്നത്. അതുകൊണ്ട് ആര് അതിനെ എതിർത്താലും പ്രശ്നമില്ല, ആര് അതിനെ രംഗത്തിറങ്ങിയാലും പ്രശ്നമില്ല. ദാറുൽ ഖുർആൻ ഇതാ ഉയർന്നു കൊണ്ടുപോവുകയാ. കേരളത്തിൽ തന്നെ അവസാനം രാജ്യത്തുടനീളം അറിയപ്പെടുന്ന ഒരു ക്യാമ്പസായി മാറിയിട്ട് നമ്മുടെ ദാറുൽ ഖുർആൻ മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് നീ സൗഭാഗ്യം ചെയ്യണേ തമ്പുരാനെ. ആമീൻ പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാറുൽ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തെരുമാറാകട്ടെ. അവിടെ പഠിക്കുന്ന പിഞ്ചോവന മക്കളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, എല്ലാവരും എത്ര സ്വപ്നങ്ങളോടെയാ ദാറുൽ ഖുർആനിൽ കൊണ്ടുവരുന്നത്. ഒരുപാട് ആളുകൾ പ്രഭാഷണത്തിന് പോയില്ലേ, ഒരുപാട് ആളുകൾ മറുഭാഗത്തിലൂടെ പോയില്ലേ. എല്ലാവരും ഉയർന്ന നിലയിലായിരിക്കുന്നത്. ആർക്കും ദാറുൽ ഖുർആനിൽ സ്ഥാനമില്ലാതിരിക്കുന്നില്ല. എല്ലാവർക്കും നല്ല സ്ഥാനമാണ് അവിടുത്തെ ഉസ്താദുമാരെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ദാറുൽ ഖുർആനിനകത്തുണ്ട്. ഇന്ന് കേരളത്തിലുടനീളം പരിശോധിച്ചു നോക്കിയ എത്ര ഉയർച്ചയിലാ ദാറുൽ ഖുർആൻ എത്തിപ്പെട്ടതെന്നറിയുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബഹുവന്യരായ പണ്ഡിതന്മാരായ ഉസ്താദുമാരെ കുറിച്ചാ, അവരുടെ ത്യാഗങ്ങളെ കുറിച്ചാ പറയുന്നത്. അവിടുത്തെ പിതാവായ മഹാന്മാരായ വി.കെ. ഇസ്മായിൽ ഉസ്താദ് അവരുടെ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുടെ തൃക്കരങ്ങൾ കൊണ്ട് തുറക്കം കുറിച്ച നമ്മുടെ ദാറുൽ ഖുർആനിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്യാമ്പസിലേക്കൊന്ന് കടന്നു വരിക. നിങ്ങളുടെ നാട്ടിലെ പിഞ്ചോവന മക്കളെ, മിടുക്കന്മാരായ മിടുക്കികളുമായ വിദ്യാർത്ഥികളെ നമ്മുടെ ദാറുൽ ഖുർആനിന്റെ തിരുമുറ്റത്തേക്ക് പറഞ്ഞേക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് മതവിജ്ഞാന സദസ്സുകളെ നേതൃത്വം നൽകാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ദുആ കഴിയാതെ ആരും എഴുന്നേറ്റ് പോകരുത് എന്ന ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ഇവിടെ നിന്നാലും നമ്മൾ പിരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരാജയത്തിലായിരിക്കും. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ എണ്ണപ്പെട്ട മഹാന്മാരാണ് മഹാനായ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ, വി.കെ. ഇസ്മായിൽ ഉസ്താദ്. റഹ്മാനായ അല്ലാഹ് നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഹഖ്ജായ ബറകത്ത് കൊണ്ട് അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിയുവാൻ റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നീ കനിഞ്ഞു തരണേ അല്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതിങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ പോയതാ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് മോളെ, നിനക്ക് സുഖമാണോ? ഭർത്താവിന്റെ വീട്ടിന്റെ അകത്ത് നിനക്ക് സുഖമാണോ? നീ വളരെ ഹാപ്പിയാണോ? നിന്റെ ശരീരമെല്ലാം എന്താ മെലിഞ്ഞിരിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് സുഖമാണ് ബാബച്ചി, എനിക്കെല്ലാം സുഖമാ, ഞാൻ വളരെ വെരി വെരി ഹാപ്പിയാ, എനിക്ക് വളരെ സന്തോഷമാണ് ഭർത്താവിന്റെ വീട്ടിനകത്ത്. എത്ര വിഷമം മനസ്സിനകത്തുണ്ട്, എന്നാലും പുറത്തു പറയുന്നില്ല. ഇതുപോലെയുള്ള സഹോദരിമാരെ പെങ്ങന്മാരെയല്ലേ നമുക്ക് ആവശ്യമുള്ളത്. എത്ര പ്രശ്നങ്ങൾ മനസ്സിനകത്തുണ്ട്, അത് പുറത്തു പറയുന്നില്ല.
അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, എന്തിനാണ് മോളെ നീ ഇപ്പൊ കടന്നു വന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് പിരിയാനുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒരുപാട് കാലമായി ഒരു വീട് കെട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്നു. എന്റെ അലിയാര് തങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും ഒരു ആഗ്രഹമുണ്ട്, ഒരു വീട് പണിയുക എന്നൊരു സ്വപ്നം. അത് പൂവണിക്കാൻ എന്റെ ഭർത്താവിന്റെ കയ്യിൽ വേണ്ടത്ര പണമില്ല, വേണ്ടത്ര കാശ് എന്റെ ഭർത്താവിന്റെ കയ്യിലില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാരിസ, യാ റസൂലല്ലാഹ് ഹാരിസ. ബാക്കി പറയാ ഫാത്തിമയുടെ നാവ് വഴങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, എന്താണ് മോളെ നീ പറയുന്നത്? ഹാരിസ, ഹാരിസ, എന്താണ് ഹാരിസ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ വ്യക്തമായിട്ട് പറയൂ മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വീടുകളുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു കിടപ്പ, ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അദ്ദേഹവും അങ്ങയും തമ്മിൽ വല്ലാത്ത ചങ്ങാത്തമാണല്ലോ. അതുകൊണ്ട് അങ്ങ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ആ വീട് തരാൻ ഹാരിസയോട് പറയുമോ നബിയേ? ഹാരിസയോടൊന്ന് വിശദീകരിക്കുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമദാ വീർക്കുകയാ, പുഞ്ചിരി പോയിട്ട് മുഖമദാ ചുവന്നു കൊടുക്കുകയാണ്. ദേഷ്യം പിടിക്കുകയാ. എന്നിട്ട് പറയുകയാണ്, നോളെ ഫാത്തിമ, നീ പറഞ്ഞതെല്ലാം ശരിയാ. ഹാരിസയുടെ കയ്യിൽ 2 വീടുകളുണ്ട്, ശരിയാ. ഒരു വീട് ഉടഞ്ഞു കിടക്കുന്നു, ശരിയാ. ഞാനും ഹാരിസയും തമ്മിൽ നല്ല ബന്ധമാണ്. എല്ലാം പറഞ്ഞത് ശരിയാണ് മോളെ. പക്ഷേ ആ വീട് ചോദിക്കാൻ എനിക്കെന്റെ ലജ്ജ അനുവദിക്കുന്നില്ല മോളെ. ആരാണ് പറയുന്നത്? എന്റെയും നിങ്ങളുടെയും നേതാവായ ലോകത്തിന്റെ ഗുരുവേ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അണ്ടകടാൻ പോലും സൃഷ്ടിക്കാൻ കാരണഭൂതരായ ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ ഉഹുദ് പർവ്വതമൊക്കെയും കടന്നു വന്നുകൊണ്ട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം അങ്ങേക്ക് വേണ്ടി സ്വർണമായി തീരട്ടെ, ഞങ്ങളെല്ലാം അങ്ങേക്ക് വേണ്ടി സ്വർണമായി മാറട്ടെ എന്ന് ചോദിച്ച ഉഹുദ് പർവ്വതം പോലും വന്നുകൊണ്ട് ചോദിച്ചില്ലേ? ആ ഹബീബിന്റെ അവസ്ഥയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോളെ ഫാത്തിമ, ആ വീട് ചോദിക്കാൻ എനിക്ക് എന്റെ ലജ്ജ അനുവദിക്കുന്നില്ല മോളെ എന്ന് പറയുന്ന സമയത്തതാ പാപ്പയോട് സലാം ചൊല്ലി മുത്തം വാങ്ങിച്ചുകൊണ്ട് ചുംബനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് ചെല്ലുകയാ. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാ. ഇത് കേൾക്കുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സതാ വിങ്ങിപ്പൊട്ടുകയാ. റഹ്മാനായ അല്ലാഹ്, ഒരു വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് നാൾ ഞാൻ കൊതിച്ചു പോയി തമ്പുരാനെ. ഒരു വീടെന്ന സ്വപ്നം പൂവണിയേക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്നോർത്തുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു നൊമ്പരപ്പെടുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നതും ഈ സംഭവിച്ച കഥകളെല്ലാം ആരോ മുഖേന എങ്ങനെയോ ഹാരിസയുടെ ശരീരത്തിൽ ഹാരിസയതാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് എന്നോട് ചോദിക്കാൻ മരിക്കുന്നത് നബിയേ? അങ്ങേക്ക് വേണ്ടി എന്ത് തരാന് വേണ്ടിയാണെങ്കിലും നീ ഹാരിസ തയ്യാറാണല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടാ മരിക്കുന്നത് നബിയേ? അങ്ങയുടെ പുന്നാര മകളായ ഫാത്തിമാക്ക് വേണ്ടി എന്റെ വീടിതാ ഞാൻ വിട്ടുതരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഹാരിസ, വേണ്ട, നിങ്ങൾ എനിക്ക് നേരത്തെ തന്നെ ഒരു വീട് തന്നതാണല്ലോ, അതുകൊണ്ട് ഇത് ആവശ്യമില്ല. ഹാരിസ പറഞ്ഞു, വേണ്ട യാ റസൂലല്ലാഹ്,
നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലോ, ഞാൻ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയല്ലേ, നിങ്ങളോട് ഞാൻ സഹകരിക്കുകയല്ലേ, അതുകൊണ്ട് ഈ വീടിനെ സ്വീകരിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ വീടിനെ സ്വീകരിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കയറുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. രണ്ടുപേരും വീട്ടിലേക്ക് കയറുകയാ. കയ്യോടെയാ പോകുന്നത്. ഒരു കയ്യില് വാങ്ങാൻ പോലും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പണമില്ല. ഒരു മുഹർ കൊടുക്കാൻ കഴിവില്ലാത്ത, ഒരു അത്തറിന്റെ കുട്ടി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അലി റളിയല്ലാഹു തആല അൻഹു ഒന്നുമില്ല. ലോകത്തിന്റെ നായകൻ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് രണ്ടുപേർക്കും കിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ ഒരു പുതപ്പും വിരിപ്പും വാങ്ങിച്ചു കൊടുത്തു. വെള്ളം കോരി കുടിക്കാൻ വേണ്ടി ഒരു പാത്രം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മറ്റൊരു മാവ് കുഴക്കാൻ വേണ്ടി റൊട്ടി ഉണ്ടാക്കുവാൻ വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകനാ സ്പോൺസർ ചെയ്യുന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബാ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതാ അവരാ വീട്ടിൽ സന്തോഷത്തോടുകൂടി കഴിയുകയാ. മിക്ക ദിവസങ്ങളിലും പട്ടിണിയാണ്, പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാറൊന്നുമില്ലെങ്കിലും വിഷമമില്ല, കുടിക്കാറൊന്നുമില്ലെങ്കിലും പ്രയാസമില്ല. വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ അവരതാ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാ. അങ്ങനെ ഇരിക്കെയാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. തന്റെ പേരക്കിടാക്കളായ ഹസനിനോടും ഹുസൈനിനോടും റളിയല്ലാഹു തആല അൻഹുമാ എല്ലാ ദിവസവും വീട്ടിലേക്ക് കടന്നു വരും. തന്റെ പുന്നാര മക്കളായ, തന്റെ പുന്നാര പേരമക്കളായ ഹസനെയും ഹുസൈനെയും അടുത്ത് വിളിച്ചുകൊണ്ട് അവരെ താലോലിക്കും. അവരുടെ കൂടെ പ്രവാചകൻ കളിക്കുമായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നോമ്പനുഷ്ഠിക്കുന്നത്. രണ്ടുപേരും നോമ്പനുഷ്ഠിക്കുകയാ. ഒരുപാട് ദിവസം നോമ്പനുഷ്ഠിക്കുകയാ. അപ്പോൾ അവർ കരുതുകയാ, നമ്മുടെ പിഞ്ചോമന മക്കളായ ഹസനെയും ഹുസൈനെയും ഒന്ന് നോമ്പെടുപ്പിച്ചാലോ, നമ്മുടെ രണ്ടുപേരെയും ഒന്ന് നോമ്പെടുപ്പിച്ചാലോ. അങ്ങനെ അതാ രണ്ടുപേരെയും അത്താഴത്തിന് വിളിക്കുകയാ. ഒരു ചെറിയ ഭക്ഷണം കൊണ്ടാ അത്താഴം ഉണ്ണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രണ്ടുപേരും നോമ്പുകാരാവുകയാ. ആ സമയത്ത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഓ അലിയാർ തങ്ങളെ, ഇത്രയും ദിവസം നമുക്ക് രണ്ടുപേർക്കും നോമ്പുണ്ടായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ രണ്ടുപേരും നോമ്പനുഷ്ഠിച്ചിരുന്നു. പക്ഷേ നമുക്ക് നോമ്പ് തുറക്കാൻ ഒരു പച്ചവെള്ളമല്ലാതെ ഒന്നുമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മുടെ പിഞ്ചോമന മക്കൾ നോമ്പനുഷ്ഠിച്ചിരിക്കുകയാ. അവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വല്ലതും ഭക്ഷണം കൊടുത്തുണ്ട്, അവർക്ക് വല്ല വിഭവങ്ങളും തയ്യാർ ചെയ്ത് കൊടുത്തുണ്ട്. അതുകൊണ്ട് അലിയാർ തങ്ങളെ, നിങ്ങൾ ജോലിക്ക് പോകുക, വൈകുന്നേരം തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ജോലിക്ക് പോകുകയാ. വൈകുന്നേരം തിരിച്ചു വരികയാ. കയ്യിലൊരു ഭക്ഷണപ്പൊടിയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മുന്തിരിക്കുലയാ കൊണ്ടുവന്നത്. ഒരു മുന്തിരിക്കുല കൊണ്ടുവന്നു. എന്നിട്ട് മേശപ്പുറത്ത് മേശ ചെയ്തിട്ട് വെച്ചു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നോമ്പ് തുറക്കാൻ വേണ്ടി കസേരയിലിരിക്കുകയാ. മഗ്രിബിന്റെ വിളിയാളം മുടങ്ങാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടുപേരും അതാ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാ. ഓ സമയത്താണ് അവരുടെ വീടിന്റെ കഥകിൽ ഒരു മുട്ട് കേൾക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ ഒരു യാചകനായ മനുഷ്യനാ, ഒരു ഭിക്ഷക്കാരൻ കടന്നു വന്നുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, എനിക്കുണ്ട് വിശക്കുന്നേ, എനിക്ക് വല്ലാതെ വിശക്കുന്നേ, കഴിക്കാനൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങളായി ഞാൻ പട്ടിണി കിടക്കുകയാ. എനിക്ക് കഴിക്കാനെന്തെങ്കിലും
എന്തെങ്കിലും തരുമോ, എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്ന സമയത്തതാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സതാ തകർന്നു പോവുകയാ. കാരണം എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തിട്ട് തന്റെ പുന്നാര മക്കൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മുന്തിരിക്കുലയല്ലാതെ വേറെയൊന്നും ആ വീട്ടിനകത്തില്ല. അവസാനം ഒന്നും നോക്കാതെ എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് കണക്കാക്കിയിട്ട് ആ മുന്തിരിക്കുലയതാ ഭിക്ഷക്കാരന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ മുന്തിരിക്കുല ഭിക്ഷക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാ. അങ്ങനെ അതാ അന്നത്തെ ദിവസം അവര് പച്ചവെള്ളം കുടിച്ചുകൊണ്ടാ നോമ്പനുഷ്ഠിച്ചത്. രണ്ടാമത്തെ ദിവസവും നോമ്പനുഷ്ഠിച്ചു. അലി റളിയല്ലാഹു തആല ഒരു ഭക്ഷണം കൊണ്ടുവന്നു. പറഞ്ഞതുപോലെ തന്നെ മേശപ്പുറത്ത് വെച്ചു. അന്നത്തെ ദിവസവും അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുകയാ. തുറന്നു നോക്കുമ്പോൾ ഭിക്ഷക്കാരനാണ്. ഇന്നലെ വന്നതുപോലെയുള്ള അതേമാതിരിയുള്ള ഒരാളാണ് ഇന്നും വന്നിരിക്കുന്നത്. എനിക്ക് കഴിക്കാനൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങളായി ഞാൻ മുഴു പട്ടിണിയിലായിരിക്കുകയാ. ഞാനിവിടെ നിന്ന് മരിക്കാൻ പോവുകയാ. എനിക്ക് കഴിക്കാനെന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ ദിവസവും കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുകയാ. മൂന്നാമത്തെ ദിവസവും നോമ്പനുഷ്ഠിച്ചു. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ദിവസവും ഇതേ അവസ്ഥ തന്നെയാ, ഇതേ അവസ്ഥ തന്നെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക. ആ മഹതിമാരുടെ, ആ പണ്ഡിതന്മാരുടെ, നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാക്കളുടെയും മഹത്തുക്കളുടെയും മഹതിമാരുടെയും ചരിത്രങ്ങളെന്ന് വായിച്ചു നോക്കുമ്പോ കണ്ണു നിറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യണമെന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതിയെ മാനിച്ചുകൊണ്ട് ഞാനിതാ അവസാനിപ്പിക്കാൻ പോവുകയാ. അതുപോലെ തന്നെ ശബ്ദത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രത്യേകം നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മഹതിമാരുടെ പാരസര്യം റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാതൃകയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മാതൃകയാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാതൃകയാക്കി തരണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ നഈം എന്ന സുഖലോകത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം റഹ്മാനായ അല്ലാഹ് നീ കബൂലാക്കുന്ന ഒരു സൽക്കർമ്മമാക്കി ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കണേ അല്ലാഹ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിലും സ്വീകരിക്കണേ തമ്പുരാനെ.